നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. സമദൂരം വിട്ട ജി സുകുമാരൻ നായർ ഇടത്തേക്ക് ചാഞ്ഞതിനു പിന്നിൽ എന്താവും? അത്ഭുതത്തോടെയും ഞെട്ടലോടെയുമാണ് കോൺഗ്രസ് BJP നേതാക്കൾ സുകുമാരൻ നായരുടെ വാക്കുകൾ കേട്ടത്. ശരിക്കും ഈ നിലപാട് മാറ്റത്തിന് പിന്നിൽ എന്താവും? ചർച്ചകളും അഭ്യൂഹങ്ങളും പല തരത്തിൽ തുടരുന്നുണ്ട്. പത്തനംതിട്ട വെട്ടിപ്പുറം NSS കരയോഗത്തിനു മുന്നിൽ സുകുമാരൻ നായർക്കെതിരെ ബാനറടക്കം വന്നു. കുടുംബകാര്യത്തിനു വേണ്ടി അയ്യപ്പ ഭക്തരെ പിന്നിൽ നിന്ന് കുത്തിയെന്നാണ് ബാനറിൽ. ബാഹുബലി സിനിമയിൽ ബാഹുബലിയെ പിന്നിൽ നിന്ന് കുത്തുന്ന കട്ടപ്പയായിട്ടാണ് സുകുമാരൻ നായരെ ചിത്രീകരിച്ചിരിക്കുന്നത്. കോൺഗ്രസ് BJP അനുഭാവികളായ സമുദായ അംഗങ്ങൾ ആരെങ്കിലും ആവും ഇതിനു പിന്നിലെന്ന് കരുതാം. പക്ഷേ അങ്ങനെ ഒരു ചർച്ചയുണ്ട് എന്നത് വാസ്തവമാണ്. NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ പറഞ്ഞത് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അതിനെതിരെ പരസ്യമായി പറയുന്നവരാരും നിലവിൽ NSS നേതൃത്വത്തിൽ ഇല്ല. എന്നാൽ സമുദായ അംഗങ്ങൾ അങ്ങനെയല്ല. അവർ അത്തരം സംശയങ്ങൾ പറയുകയും ചെയ്യും. അവർക്കിടയിൽ പലതരത്തിൽ ചർച്ചകൾ നടക്കുന്നുണ്ട്. എന്തു വില നൽകിയും സുകുമാരൻ നായരെ അനുനയിപ്പിക്കാനുള്ള ശ്രമം ഒരു ഭാഗത്ത് കോൺഗ്രസും തുടങ്ങിക്കഴിഞ്ഞു. NSS ആസ്ഥാനത്തെത്തി സുകുമാരൻ നായരെ കണ്ട് ചർച്ച നടത്താനാണ് നീക്കം. ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ NSSന്റെ നാമജപ ഘോഷയാത്രയ്ക്ക് ഒപ്പം നിന്ന കോൺഗ്രസും BJPയും ഇപ്പോൾ ശരിക്കും വെട്ടിലായിരിക്കുകയാണ്. സുകുമാരൻ നായർ എങ്ങനെ ഇടത്തേക്ക് ചാഞ്ഞെന്നറിഞ്ഞാലേ മറുമരുന്ന് ഇവർക്ക് കണ്ടെത്താൻ കഴിയൂ എന്നതാണ് ഇവരുടെ മുന്നിലെ പ്രശ്നം. NSSന്റെ ഈ മാറ്റത്തിന് പിന്നിലെന്ത്? ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. മഞ്ചേരിയിൽ നിന്നും ശ്രീ മുഹമ്മദാണ് ആദ്യ പ്രേക്ഷകനായിരുന്നത്. ശ്രീ മുഹമ്മദ്, സുകുമാരൻ നായരുടെ അപ്രതീക്ഷിതം എന്ന് കരുതാവുന്ന ഒരു മനംമാറ്റം, ഇടതുപക്ഷത്തേക്ക് ചാഞ്ഞുകൊണ്ട് പൂർണ്ണമായും കോൺഗ്രസിനെയും BJPയും തള്ളിപ്പറഞ്ഞുകൊണ്ടുള്ള ഒരു നിലപാട്, ഒരു ചെറിയ ഞെട്ടലിലും അത്ഭുതത്തിലും ഒക്കെയാണ് BJPയും കോൺഗ്രസും ഒക്കെ നിൽക്കുന്നത്. അദ്ദേഹം ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുമെന്ന് അവർ പ്രതീക്ഷിച്ചു കാണില്ല. ഇതിന് പിന്നിൽ എന്താണ് എന്നുള്ള ഒരു ചർച്ച ഇപ്പോൾ സജീവമായി നടക്കുന്നുണ്ട്. താങ്കൾക്ക് എന്ത് തോന്നുന്നു? നമസ്കാരമുണ്ട് സാറ്. നമസ്കാരമുണ്ട്. നമ്മള് ഇന്നലെയൊക്കെ പറഞ്ഞതാണ് ആ വീരം. അതേ സമയത്ത് ഇപ്പൊ കൂടുതലായിട്ട് പറയാണ്. ഇവിടെ കേരളം ഭരിക്കണ ഒരു ഇടതുപക്ഷ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനുണ്ട്. ഈ പിണറായി വിജയന്റെ എല്ലാ ചെയ്തികളും ഈ നാട്ടിലുള്ള പൊട്ടന്മാരും വണ്ണുപൊട്ടന്മാരും അല്ലാത്തവരും വികലാംഗരും അല്ലാത്തവരും സാധിക്കാൻ പഠിച്ചമ്പര അങ്ങനെ കൊടുത്താണ് അവർക്ക്. അല്ലാത്തവർക്ക് എല്ലാം മാറി. ഈ സകല വികസനം, എല്ലാ കാര്യങ്ങളും, ആശുപത്രിയും, വിദ്യാഭ്യാസം, മറ്റും മറിച്ചും ഇപ്പൊ അയ്യപ്പ ഭക്തന്മാർ അവിടെ വന്നിട്ട് ബുദ്ധിമുട്ടണ. ശ്രീ മുഹമ്മദ്, അതൊക്കെ കാര്യം ശരിയാണ്, അതൊക്കെ ഒരു വഴിക്ക് നിൽക്കട്ടെ. പക്ഷേ ഇപ്പോൾ ഈ സുകുമാരൻ നായർ ഇങ്ങനെ ഒരു മനംമാറ്റം ഉണ്ടായതിനു പിന്നിൽ അത്തരം കാര്യങ്ങൾ സംസ്ഥാനത്തെ ഭരണമാകെ നന്നായി നടക്കുന്നു, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് മാറിയേക്കാം എന്ന് തീരുമാനിച്ച് മാറിയതാണ് എന്ന് കരുതാനാവുമോ? അതിന്റെ കാര്യം പറഞ്ഞുതരാം. ഇവിടെ അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം കോൺഗ്രസിന്റെ ഒപ്പമായിരുന്നു. കോൺഗ്രസ് ഇപ്പൊ അരക്കായിട്ടില്ലാതെ നാറി മറ്റേ വെറും ലൈംഗികമായിട്ട് തിരിഞ്ഞേക്കണ്. കുട്ടികളും വലിയവരും ഒക്കെ പാടായിട്ട്. അതൊക്കെ കണ്ടപ്പോ അയാൾക്കും ഉണ്ടാവുമല്ലോ ഒരു നാണക്കേട്. അയാൾ വലിയ തങ്കലിന്റെ ആളാണല്ലോ ബഹുമാനപ്പെട്ട സുകുമാരൻ നായർ. അയാൾക്കും ആ നാണക്കേടിലാണ് ഇത് മാറിയിട്ടുള്ളത്. പുള്ളി കഴിഞ്ഞ തവണ പിന്തുണ കൊടുത്ത മുന്നണി അപ്പാടെ തോക്കുകയായിരുന്നു. കേരളത്തിന്റെ ചരിത്രം തന്നെ തിരുത്തിയാണ് തോൽവി ഉണ്ടായത്. അല്ല, എന്തെന്നായാലും വോട്ട് കിട്ടിയില്ല എന്നുള്ളതല്ല പ്രശ്നം. അദ്ദേഹത്തിന് ഒരു ഇളക്കം പറ്റി ഇടതുപക്ഷത്തിനൊരു ചായ്വ് ഉണ്ടായല്ലോ, അതാണ് ഏറ്റവും വലിയ കാര്യം. അതൊരു പ്രധാനപ്പെട്ടതാണ്. വോട്ട് കിട്ടിയാലും ഇല്ലെങ്കിലും സുകുമാരൻ നായരെ പോലെയുള്ള ഒരാൾ, ഇതുവരെ ഇടതുപക്ഷത്തെ എതിർത്തിരുന്ന ഒരാൾ മാറി എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ശ്രീ ബാലകൃഷ്ണനാണ് വടകരയിൽ നിന്നും. ശ്രീ ബാലകൃഷ്ണൻ, ഈ പൂർണ്ണമായും BJPയുടെ നിലപാടിനെ ശബരിമല വിഷയത്തിലടക്കം സുകുമാരൻ നായർ തള്ളിപ്പറഞ്ഞുകയാണ്. BJP അങ്ങനെ പറയാൻ വേണ്ട കാര്യങ്ങളൊന്നും ചെയ്തില്ല എന്ന് തന്നെയാണ് പറയുന്നത്. BJPയെ പൂർണ്ണമായും തള്ളിക്കൊണ്ട് തന്നെയാണ് സുകുമാരൻ നായർ സംസാരിക്കുന്നത്. ഇടതുപക്ഷത്തോട് ചേർന്നും സർക്കാരിനെയാണ് വിശ്വാസം എന്നും കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. എന്താവും കാരണം? കിരൺ സാർ, നമസ്കാരം. നമസ്കാരം. കേൾക്കാം, പറഞ്ഞോളൂ. ഭാരതീയ ജനതാ പാർട്ടി RSS എന്ന് പറയുന്ന 100 കൊല്ലം ഒരു വിമതസ്വരയില്ലാണ്ട് പ്രവർത്തിച്ച പ്രസ്ഥാനത്തിന്റെ രാഷ്ട്രീയ സംഘടനയാണ് സാർ ഓർമ്മിച്ചോളണം. ഈ വിമതസ്വരമില്ലാതിരിക്കുന്ന ഒരു വലിയ കാര്യമാണോ? വിമതസ്വരം ഏത് സംഘടനയാലും ചലിക്കുന്ന സംഘടനയിലൊക്കെ വിമതസ്വരങ്ങൾ ഉണ്ടാവും. അങ്ങനെയാണല്ലോ സംഘടനകൾ നന്നായി പോകുന്നത്. ഏത് സംഘടനയാലും ഒരു വിമതസ്വരവും ഉണ്ടായില്ലെങ്കിൽ അത് മേലാളൻ പറയുന്ന അടിയാളൻ അനുസരിക്കുന്നു എന്നുള്ള മട്ടിൽ നിൽക്കുമ്പോഴാണ് വിമതസ്വരം ഇല്ലാതാവുന്നത്. ന്യായമേ പ്രവർത്തിക്കും, അതാണ്. അതെല്ലാം സാറിന് തെളിയിക്കണമെങ്കിൽ സാർ തെളിയിക്കണം. പിന്നെ ഈ വിഷയത്തിലേക്ക്
കേൾക്കാമോ സാർ? കേൾക്കാം. എനിക്കിപ്പോ ഈ തെളിയിക്കാൻ രണ്ട് സമയമൊന്നുമില്ല. സാമുദായിക സംഘടനയും ഒന്നിച്ച് ഒരേ സ്വരത്തില് LDF പിന്തുണ പറഞ്ഞിട്ടുണ്ടെങ്കിൽ LDF കോൺഗ്രസ് ഓർത്തോളണം എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നതെന്ന്. കാരണം എന്താണെന്നറിയാം, അമിത്ഷാ എന്ന് പറയുന്ന ഒരു ചാണക്യനുണ്ട് നമുക്ക്. അപ്പൊ കേരളത്തിലെ രാഷ്ട്രീയ അടിമുടി മാറുകയാണ്. ഇടതുപക്ഷവും കോൺഗ്രസ് ശ്രദ്ധിച്ചോളം. രണ്ട് സാമുദായിക സംഘടനകൾ പ്രത്യക്ഷത്തിൽ BJPക്കെതിരായിട്ട് ഇറങ്ങിക്കൊണ്ട് ഇടതുപക്ഷത്തിന് പിന്തുണ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കേരള രാഷ്ട്രീയത്തിൽ മാറാൻ പോകുന്നത് സൂചനയാണത്. അമിത്ഷാ എന്നുള്ള ചാണക്യനുണ്ട് ഞങ്ങൾക്ക്, അത് മനസ്സിലാക്കിക്കൊള്ളാം. അല്ല 100 കൊല്ലോ ഒരു അധികാരമുള്ള പ്രവർത്തിച്ച ശ്രീ ബാലകൃഷ്ണൻ, RSSന്റെ ചരിത്രമൊക്കെ അവിടെ നിൽക്കട്ടെ. നമുക്ക് ഇക്കാര്യത്തിൽ ഈ സുകുമാരൻ നായർ എന്തായിരിക്കും ഈ ഒപ്പം നിന്നെന്ന് BJPക്കാർ അവകാശപ്പെടുന്ന ഈ ശബരിമല ഈ കാലത്തൊക്കെ വലിയ സമരത്തിനൊക്കെ മുന്നിൽ നിന്നവരാണ് BJPക്കാർ. പക്ഷെ ആ BJPക്കാർ അത്ര ഒരു നിലപാട് സ്വീകരിച്ചില്ല, അല്ലെങ്കിൽ BJPക്കാർ ആ വിഷയത്തിൽ പറഞ്ഞു പറ്റിച്ചു എന്ന മട്ടിൽ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. അതിന് ഭക്തന്മാരുടെ മുഴുവൻ അട്ടിപ്പേർ അവകാശവും സുകുമാരൻ നായർക്കൊന്നും ആരും കൊടുത്തിട്ടില്ലല്ലോ. സാറെ കേൾക്കാമോ? അന്ന് നിങ്ങൾ സുകുമാരൻ നായരെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു. അന്ന് ഞങ്ങൾ സുകുമാരൻ നായരുടെ സമരത്തിനാണ് ഈ BJP അടക്കം പിന്തുണ കൊടുത്തതും. എല്ലാവർക്കും പിന്തുണ കൊടുക്കും. ഞങ്ങൾ ആരും എതിർത്ത് രാഷ്ട്രീയത്തിൽ ശത്രുതയില്ല. ഇനി CPM ഞങ്ങളുടെ ലൈനിൽ വരുവാണെങ്കിൽ അവരെ ഞങ്ങൾ അംഗീകരിക്കും. അപ്പൊ അതുകൊണ്ട് എന്താന്ന് വെച്ചാല് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഈ കൂട്ടുകാർ രണ്ട് മുന്നണിയിൽ രണ്ട് സാമുദായിക നേതാക്കന്മാർ ഒരേ സ്വരത്തിൽ മാറിയിട്ടുണ്ടെങ്കിൽ അതിലൊരു ഭീഷണിയുടെ സ്വരമുണ്ട്. ഇടതും വലതും സൂക്ഷിക്കണം, അത്രേ എനിക്ക് പറയാനുള്ളൂ. അമിത്ഷാ എന്ന ചാണക്യനുണ്ട്, ആനൊരുത്തൻ ഇവിടെ ഉണ്ട്. ശരി, ഓക്കെ. എന്തായാലും താങ്കളുടെ വിശ്വാസം താങ്കളെ രക്ഷിക്കട്ടെ. ശ്രീ മൊയ്തീൻ കുഞ്ഞാണ് കായംകുളത്തുനിന്ന്. ശ്രീ മൊയ്തീൻ കുഞ്ഞ്, ഈ സുകുമാരൻ നായർ പരസ്യമായി തന്നെ കോൺഗ്രസിനെയും BJPയെയും തള്ളിപ്പറയുന്നു, ഇടതുപക്ഷത്തിന് ഒപ്പം ചേരുന്നു, ശബരിമല വിഷയത്തിലടക്കം സർക്കാരിലാണ് വിശ്വാസം എന്നുള്ളത് അദ്ദേഹം തറപ്പിച്ച് തന്നെ പറയുകയും ഒക്കെ ചെയ്യുന്നു. എന്താവും ഇത്തരം ഒരു മനംമാറ്റത്തിന് കാരണം? നമസ്കാരം കിരണേ. നമസ്കാരം. ഈ കേരളത്തിലുള്ള മൊത്തം ജനങ്ങൾക്കും അറിയാം UDF അധികാരത്തിൽ വരുമെന്നും ആ അധികാരത്തിൽ വന്നാൽ NSSന്റെ ഒരു ആളായിരിക്കും മുഖ്യമന്ത്രി എന്നും ഈ കേരളത്തിലുള്ള എല്ലാ ജനങ്ങൾക്കും അറിയാവുന്ന. ആരായിരിക്കും മുഖ്യമന്ത്രി? 4 പേരുണ്ട്. 4 പേരിലും ഒരാളിനെ തള്ളിക്കളയാം, ശശിതരൂരിനെ. പിന്നെ 3 പേരുണ്ട്. പണ്ട് EK നായനാർ മുഖ്യമന്ത്രി ആയത് ഇലക്ഷനെ നേരിട്ടല്ല, 2 പ്രാവശ്യം മുഖ്യമന്ത്രി ആയത്. മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പൊ താങ്കൾ പറയുന്നത് താങ്കളുടെ കായംകുളംകാരനായ താങ്കളുടെ MP മുഖ്യമന്ത്രി ആവുമെന്നാണോ? അതെ, അതിന് യാതൊരു തർക്കവും ഉണ്ടാകത്തില്ല. പിന്നെ NSSകാർക്ക് ഇതൊരു ഗോൾഡൻ ചാൻസ് ആണ്. സുകുമാരൻ നായർ ഇപ്പൊ ഈ പോയതെന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ എന്തോ താല്പര്യത്തിന് വേണ്ടിയാ, സ്വന്തം കാര്യത്തിന് വേണ്ടി. ഇല്ലെങ്കിൽ അവിടെ NSS കരയോഗത്തിലെ അടുത്ത് ഇതേമാതിരി ഒരു പോസ്റ്റർ വരുന്നില്ല. അതിന് യാതൊരു തർക്കവുമില്ല. കാരണം NSSകാർക്ക് ഗോൾഡൻ ചാൻസ്. അഭിപ്രായം വ്യക്തമാണ്. ശ്രീ അനിയൻകുട്ടനാണ് പത്തനംതിട്ടയിൽ നിന്ന്. ശ്രീ അനിയൻകുട്ടൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു, ഈ സുകുമാരൻ നായർ ഇപ്പോൾ ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കാനുള്ള കാരണം എന്താവും? മനു സാറേ നമസ്കാരം. മനു അല്ല, വിനു. ഹലോ, നമസ്കാരം. കിരൺ ബാബു ആണ്. കിരൺ ബാബു. ഇങ്ങോട്ട് മാറി സെറ്റിന്റെ അടുത്ത് നിന്ന് കഴിഞ്ഞാൽ കിട്ടിയല്ലോ. ശരി, ഓക്കെ, പറഞ്ഞു. അപ്പം ഇപ്പൊ ഒരു 2-3 ദിവസമായിട്ട് ഈ ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിക്ക് പറയാനുള്ളത്, എനിക്കൊരു ശകലം സമയം തരണം. നിങ്ങൾ എളുപ്പം നിർത്തിപ്പോ, ഞങ്ങളൊക്കെ സംസാരിക്കാം. കോൺഗ്രസ്സുകാർ വിളിക്കുമ്പോൾ നിങ്ങൾ എളുപ്പം അങ്ങ് നിർത്തുക. അതിനാ പിന്നെ കിരൺ ബാബു അങ്ങനെ സാറേ അങ്ങനെ താങ്കൾ വിശദമായി തന്നെ പറഞ്ഞോളൂ. ഇപ്പൊ ഈ നമ്മുടെ പിന്നെ NSS LDFനെ പിന്തുണച്ചെന്ന് പറയുന്നത് ഇങ്ങനെ ഒരു വാർത്തയാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഒത്തിരി വാർത്ത ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇപ്പൊ അദ്ദേഹത്തിന്റെ പേരിൽ ഒരു നമ്മുടെ പത്തനംതിട്ട അവിടെ ഒരു കട്ടപ്പ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ബോർഡൊക്കെ വെച്ച് സാറേ, ഈ പ്രസ്ഥാനം വന്ന പിന്നെ CPM ഒരൊറ്റ നേതാക്കൾ കമ്മ്യൂണിസ്റ്റുകൾ മിണ്ടുന്നില്ല. ചാനൽ ചർച്ച വന്നിരുന്നുകൊണ്ട് പിന്നെ ഈ ഓരോരുത്തർ ഈ നമുക്ക് 8 മണിക്ക് ചാനൽ ചർച്ച ഉണ്ടല്ലോ. അത് ഇത് ഈ ന്യായീകരണ തൊഴിലാളികൾ വന്ന് പറഞ്ഞ പോലെ കുറെ സഹാക്കൾ വന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. NSSന്റെ അല്ല SNDPയുടെ വോട്ട് പോലും ഈ മാർക്ക് കിട്ടിയാലും ഈ പ്രാവശ്യം ഇവിടെ എന്താ പറഞ്ഞു നടക്കുന്നത്? ഇവിടെ തന്നെ ഇത് കൂക്കിക്കൊണ്ട് വരുന്നത് എന്നറിയോ? പരിച്ച് മുടിച്ച് ഇവിടെ ഒരു സാധാരണപ്പെട്ടവൻ ഒരു കാര്യം. സാറ് നിർത്തല്ലോ, ഒറ്റ കാര്യം കൂടെ ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ അതേപ്പറ്റി പറയാൻ പോകുന്നില്ല. നിങ്ങൾ ഈ ഒരു വാർത്ത കൊടുക്കാമെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങൾ ആ വാർത്ത കൊടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇവിടെ
10 വർഷമായിട്ട് ഈ പിണറായി സർക്കാർ ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. SC ST വിഭാഗത്തിൽപ്പെട്ടവരുടെ പട്ടികജാതി വിവരണ സംവരണത്തില് എന്നും മാത്രം തുക ചെലവഴിച്ചു, അവർക്ക് എന്തെല്ലാം കൊടുത്തു എന്നുള്ള ഒരു വാർത്ത നിങ്ങൾ ശരി, നമുക്ക് കൊടുക്കുക. ഒരു വാർത്ത ഇതുവരെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ച തുകയെ സംബന്ധിച്ചൊരു വാർത്ത നമുക്ക് ചെയ്യാം. ശ്രീ ഗൗതമാണ് കാസർഗോഡ് നിന്നും. ശ്രീ ഗൗതം, ഗൗതത്തിന് എന്താണ് തോന്നുന്നത്? പലതരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നു. NSSൽ തന്നെ ഒരു കരയോഗ ആസ്ഥാനത്തിന് മുന്നിൽ ചിലർ ബാനർ വെച്ചിരിക്കുന്നത്. അപ്പോൾ ആരാ വെച്ചതെന്ന് നമുക്കറിയില്ല. ആർക്ക് വേണമെങ്കിലും ബാനർ വെക്കാം. ചിലപ്പോൾ അതിൽ BJP അനുഭാവികളോ കോൺഗ്രസ് അനുഭാവികളോ ഒക്കെ ആവാം, അത് നമുക്ക് ഉറപ്പൊന്നുമില്ല. കട്ടപ്പയാണ് സുകുമാരൻ നായർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തായാലും അത്തരം ചില ചർച്ചകൾ നടക്കുന്നുണ്ട്. സുകുമാരൻ നായരുടെ ഈ മനംമാറ്റത്തിന് പിന്നിൽ എന്താണ് എന്നുള്ളത് താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇത് കിരൺ, നമസ്കാരം. നമസ്കാരം. ഇത് ഈ തൊട്ടുമുന്തി വിളിച്ചൊരു ഘട്ടം പറഞ്ഞു NSSും SNDPയും ഇതുമായി ബന്ധപ്പെട്ട് വോട്ട് കിട്ടില്ല എന്ന്. അത് അദ്ദേഹമാണോ തീരുമാനിക്കുന്നത്? എന്ത് അസംബന്ധമാണ് വിളിച്ചു പറയുന്നത്? അദ്ദേഹത്തിന് നിലപാട് പറയാന്ന് പറഞ്ഞ് വായിക്ക് തോന്നിയത് കോതക്ക് പാട്ട് എന്ന് പറഞ്ഞ പോലെയല്ലോ എന്തും തോന്നിയത് വിളിച്ചു പറയാമെന്നാണ്. ഈ വിഷയത്തിലേക്ക് വരാം. ഹലോ, പറഞ്ഞോളൂ. NSS SNDPയുടെ വോട്ട് പിന്നെ ഓരോരുത്തർക്കും പറയാമല്ലോ, അവരവർക്ക് കിട്ടും കിട്ടില്ല എന്നൊക്കെ. അതിലൊന്നും കാര്യമില്ല. അത് എന്തും തോന്നിയ മാസം വിളിച്ചു പറയാം. തോന്നിയ മാസമൊന്നും അല്ല ശ്രീ ഗൗതം. അതിനകത്ത് ഒരാള് NSSന്റെ വോട്ട് കിട്ടില്ല, SNDPയുടെ വോട്ട് കിട്ടില്ല എന്നൊക്കെ പറയുന്നതിനകത്ത് തോന്നിയ മാസം അങ്ങനെ ആവുന്നു. അത് ഓരോരുത്തരും അവകാശപ്പെടുത്തില്ലേ, അവർ NSSന്റെ വോട്ട് തവണ കോൺഗ്രസിന് കിട്ടും, CPMന് കിട്ടും എന്നൊക്കെ. അതൊക്കെ ഒരു അവകാശവാദമാണ്. ഹലോ, പറഞ്ഞോളൂ. എനിക്ക് എന്റെ നിലപാട് പറയാലോ. താങ്കൾക്ക് താങ്കളുടെ നിലപാട് പറയാം. അതുപോലെ മറ്റുള്ളവർക്ക് അവരുടെ നിലപാട് പറയാനും അവകാശമുണ്ട്. അതെ, അതാണ് ഞാൻ പറഞ്ഞത്. താങ്കൾ പറഞ്ഞോളൂ. ഇത് സുകുമാരൻ നായർ ഇത് സർക്കാരിനോടൊപ്പം നിന്നതിൽ അങ്ങേയറ്റം ഞാൻ സ്വാഗതം ചെയ്യുന്നു. എന്താവും സുകുമാരൻ നായർ പെടുന്നതിനെ ഇങ്ങനെ സർക്കാരിനൊപ്പം ചേരാൻ കാരണം? സർക്കാരിന്റെ ഓരോ വികസന നേട്ടത്തിനോടൊപ്പം സുകുമാരൻ നായർ നിന്നതിൽ അങ്ങനെയല്ല. സുകുമാരൻ നായർ വളരെ കൃത്യമായി പറഞ്ഞു, ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ സർക്കാർ നിലപാട് മാറ്റി, അക്കാര്യത്തിൽ എനിക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ മാറുന്നത് എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഒരു ഉറപ്പ് നൽകിയതായോ അല്ലെങ്കിൽ അങ്ങനെ ഒരു നിലപാട് മാറ്റിയതായോ ഈ സർക്കാരോ CPMന്റെ നേതാക്കളോ ഇതുവരെ എവിടെയും പറഞ്ഞിട്ടുമില്ല. സുകുമാരൻ നായർ വേറൊരു കാര്യം കൂടി പറഞ്ഞിരുന്നു, അത് താങ്കൾ പറഞ്ഞില്ല. പറഞ്ഞു. എന്താ? കോൺഗ്രസ് പാർട്ടി മുസ്ലിങ്ങളോടൊപ്പം നിൽക്കുന്നു എന്നാണ്. അങ്ങനെയല്ല പറഞ്ഞത്. സുകുമാരൻ നായർ പറഞ്ഞത് കോൺഗ്രസ് പാർട്ടിക്ക് ഹിന്ദുക്കളുടെ വോട്ട് വേണ്ട, ന്യൂനപക്ഷ വോട്ടുകൾ മതി എന്നാണ്. അതവിടെ നിൽക്കട്ടെ. അങ്ങനെ ഒരു ഉറപ്പ് സുകുമാരൻ നായർക്ക് കൊടുത്തിട്ടുണ്ടോ? യുവതീ പ്രവേശന വിഷയത്തിൽ നിന്ന് ഞങ്ങൾ U-turn അടിച്ചു എന്നൊരു ഉറപ്പ് CPM നേതാക്കൾ ആരെങ്കിലും കൊടുത്തിട്ടുണ്ടോ? ഇല്ല. എന്താണ്? അപ്പൊ പിന്നെ എങ്ങനെയാണ് ഇത് ശരിയാവുന്നത്? സുകുമാരൻ നായർ സർക്കാരിന്റെ ഓരോ വികസനത്തിനും അത് വികസനം കണ്ടെന്നുമല്ല സുകുമാരൻ നായർ നിന്നത്. വികസനം കണ്ടെന്ന് സുകുമാരൻ നായർ പറഞ്ഞില്ല. വളരെ കൃത്യമായി പറഞ്ഞു, ശബരിമല വിഷയത്തിൽ അവർ നിലപാട് മാറ്റി, നിലപാട് തിരുത്തി എന്നാണ് പറഞ്ഞത്. അവർക്ക് സ്ത്രീകളെ ഇപ്പോഴും കയറ്റാമല്ലോ, ഇപ്പോൾ കയറ്റുന്നില്ല എന്നുള്ളത് ആ നിലപാട് മാറ്റത്തിന്റെ തെളിവായിട്ടൊക്കെയാണ് പെട്ടെന്ന് അദ്ദേഹം പറഞ്ഞത്. സുകുമാരൻ നായർ സർക്കാരിന്റെ വികസന കാര്യങ്ങൾക്ക് തന്നെ ഗൗതം ഇങ്ങനെ ആവർത്തിച്ച് വികസനം തന്നെ സുകുമാരൻ നായർ പറയാത്ത കാര്യം ഗൗതം പറഞ്ഞാൽ എങ്ങനെയാ? താങ്കൾക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് മനസ്സിലാവാത്തതല്ല, ഗൗതത്തിന് മനസ്സിലാവാത്തതാണ്. സുകുമാരൻ നായർ വികസനത്തെ കുറിച്ച് ഒരു വരി പോലും പറഞ്ഞില്ല. എനിക്ക് നല്ല രീതിക്ക് മനസ്സിലാവുന്നുണ്ട്. അതെങ്ങനെയാണ് മനസ്സിലാവുന്നത്? താങ്കൾ അദ്ദേഹം പറയുന്ന അല്ലാതെ എങ്ങനെയാണ് കേൾക്കുന്നത്? എന്റെ ചോദ്യം, അങ്ങനെ ഒരു നിലപാട് മാറ്റം ഉണ്ടോ പാർട്ടിക്ക്? ഇല്ല. ഇല്ല. അപ്പൊ സുകുമാരൻ നായർ കള്ളമല്ലേ പറഞ്ഞത്? സുകുമാരൻ നായർ എന്ത് കള്ളമാണ് പറഞ്ഞത്? നിലപാട് മാറ്റി അക്കാര്യത്തിൽ ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്നാണ് സുകുമാരൻ നായർ അഭിമുഖത്തിൽ പറഞ്ഞത്. നിങ്ങൾ എന്താ പറയുന്നത്? ഞാൻ എന്താ പറയുന്നത്? താങ്കൾ അഭിമുഖം വായിക്കുമല്ല, അപ്പൊ ഞാൻ എന്താ പറയുന്നത്? ശരി ഗൗതം, ശരി, ഓക്കെ. ശ്രീ മഹിയാണ് കിള്ളിപ്പാലത്ത് നിന്നും. ശ്രീ മഹി, താങ്കൾക്ക് എന്ത് തോന്നുന്നു? സുകുമാരൻ നായർ ഇപ്പോൾ ഒരു നിലപാട് മാറ്റം ഇടതുപക്ഷത്തിനൊപ്പം ചേരുന്നു. കാലാകാലങ്ങളിൽ പലപ്പോഴും ശരിദൂരം സമദൂരം എന്നൊക്കെ പറയുകയും കഴിഞ്ഞ തവണ UDF-നൊപ്പം നിന്ന ആളാണ്. എന്താവും ഇത്തവണ അങ്ങനെ ഒരു മാറ്റത്തിന് കാരണം? നമസ്കാരം സാർ. നമസ്കാരം. മാറ്റത്തിന് കാരണം ഗവൺമെന്റ് നല്ല നല്ല കാര്യങ്ങൾ ഭാഗം വേണ്ടി ചെയ്യണം, അതുകൊണ്ടായിരിക്കും പറയണത്. പിന്നെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് സുകുമാരൻ പരസ്പരം പറഞ്ഞു ഈ ഗവൺമെന്റ് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ശാശ്വതാണ് പോകാന് കർണാടകയിൽ പോകണം, അവിടെ ആശുപത്രി പോയി നോക്കണം. ഡോക്ടറില്ല, ദേശം പോയില്ല. ഇവിടെ ഞാൻ ആശുപത്രി ഞാൻ ഇന്നലെ പോയി കംപ്ലീറ്റ് മരുന്ന് BP ഷുഗറിന്റെ BP മരുന്ന് കംപ്ലീറ്റ് ഫ്രീ ആണ്. അത് ശാശ്വതാണ് പോകാൻ ഒന്ന് കർണാടകത്തിൽ പോകാൻ പോകണം. ഞാൻ ഒരാഴ്ച പോലെ പോയതാണ്. ശരി, താങ്കളുടെ കേരളം ഉണ്ടെന്നാണ് തോന്നുന്നു. ശ്രീ ദാസനാണ് കണ്ണൂരിൽ നിന്നും. ശ്രീ ദാസൻ,
കേരളത്തിലെ രാഷ്ട്രീയത്തിൽ കഴിഞ്ഞ 2 ദിവസമായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ചർച്ച തന്നെ NSSും SNDPയും ഒക്കെ ഇപ്പോൾ ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുന്ന നിലപാട് പറയുന്നത്. NSS പരസ്യമായി തന്നെ കോൺഗ്രസിനെയും BJPയെയും പരസ്യമായി തള്ളിപ്പറയുന്ന ഒരവസ്ഥ. NSSനുള്ളിലെ ചില തർക്കങ്ങളൊക്കെ അത് ഉള്ളിൽ അങ്ങനെ എന്തായാലും നേതാക്കളാരും പറഞ്ഞിട്ടില്ല, ചില ബാനറുകളൊക്കെ വരുന്നു, അത് ആര് വെച്ചാണെന്ന് നമുക്കറിയില്ല. എന്തായാലും അത്തരം ചർച്ചകൾ സജീവമാണ്. താങ്കൾക്ക് ആ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത്? കിരൺ ബാബു, ഇതിന് പ്രത്യേക പ്രാധാന്യം കൊടുക്കേണ്ട കാര്യമില്ല. നിങ്ങൾ നോക്കിക്കോ, ഈ വെള്ളാപ്പള്ളി നടേശനും സുകുമാരനാർ ഏത് പക്ഷം നിൽക്കുന്നോ അവരെ കാര്യം കട്ടപ്പോകെ നമ്മൾ അനുഭവം കൊണ്ട് പറയുന്നത്. കഴിഞ്ഞ അങ്ങനെ ഒരു ചരിത്രം കൂടിയുണ്ട്. ഈ രണ്ടുപേരും പലപ്പോഴും പിന്തുണ കൊടുത്ത പലരും തോറ്റുപോകുന്ന അവസ്ഥയാണ് കൂടുതൽ ചരിത്രത്തിലുള്ളത്. പഞ്ചായത്ത് ഇലക്ഷനിൽ ഇത് നമുക്കറിയാം. ജയിച്ചു കഴിഞ്ഞാൽ രണ്ടുപേരും അവകാശവാദം ഉന്നയിക്കാനും മിടുക്കരാണ്. അല്ല, അത് നടന്നാലല്ലേ കാര്യം. ഇവർ ഏത് ഭാഗത്തും നമ്മൾ ഈ സുകുമാരനായരും ഈ വെള്ളാപ്പള്ളി പല നേതാക്കന്മാരെ പറ്റി, വെള്ളാപ്പള്ളിന്റെ സുധീറിനെ പറ്റി, കേശവനെ പറ്റി, സതീഷിനെ പറ്റി, ആരെ പറ്റി എന്തൊക്കെ പറഞ്ഞു അവരൊക്കെ ജയിച്ചിട്ടേ ഉള്ളൂ. അതുകൊണ്ട് ഇതിന് പ്രത്യേക പ്രാധാന്യം കൊടുക്കാൻ ഞാൻ ഇതൊക്കെ ഒന്ന് വന്നാൽ വേണ്ട 8 കാലം മുന്നു പറയും രണ്ടുപേരും സാമുദായിക നേതാക്കന്മാരെന്ന് പറഞ്ഞ കാര്യമില്ല. വെറുതെ അതിന്റെ കഴിവുകൊണ്ടാണ് ഞാൻ ഉള്ളതുകൊണ്ടാണ് നേരെ വെളിച്ചം വരുന്നത് ചിന്താഗതി ഇവർക്കൊക്കെ ഉള്ളു. അതുകൊണ്ട് ഇവരൊക്കെ ഇരിക്കുന്ന സ്ഥലത്ത് ഇരിക്കണം. കോൺഗ്രസ്സുകാർ ഇനിയും തന്നെ ദൈവത്തോർത്ത് വേണ്ട എന്താന്ന് പറഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെട്ട് ചിന്തിക്കുക. നിങ്ങൾ നോക്കോ, ഈ ഇലക്ഷൻ നോക്കോ, ഈ 3-ാം കൂടെ ഉണ്ടായിരുന്നു പറഞ്ഞാൽ കളഞ്ഞു ഈ സുകുമാരനാഥും ഈ വെള്ളാപ്പള്ളി കൂടിയിട്ട് നോക്കാൻ കേട്ടോ. ശരി, ഓക്കെ, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ സന്തോഷാണ് കൊല്ലത്ത് നിന്നാണ് വിളിക്കുന്നത്. സന്തോഷ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇപ്പോൾ ഒരു പ്രധാന ചർച്ചയായി നിൽക്കുന്നത് ഈ സുകുമാരൻ നായർ എങ്ങനെ പൊടുന്നനെ ഇടതുപക്ഷത്തേക്ക് വന്നു എന്നുള്ളതാണ്. താങ്കൾക്ക് എന്താണ് ആ വിഷയത്തിൽ പറയാനുള്ളത്? വളരെ തെറ്റായ അഭിപ്രായമാണ് എനിക്ക് പറയാനുള്ളത്. അദ്ദേഹത്തിന് വളരെ തെറ്റാണ്. അദ്ദേഹത്തിന്റെ കുടുംബത്തെ നന്നാക്കാൻ വേണ്ടിയും അദ്ദേഹത്തിന്റെ കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടി ഒരു സമുദായത്തെ മൊത്തം കൊണ്ട് പിണറായിയുടെ കാലത്ത് വെച്ചു കൊടുക്കുക എന്ന് പറയുമ്പോൾ അത് അങ്ങേറ്റ തെറ്റാണ്. ഞങ്ങൾക്ക് അങ്ങേറ്റത്തെ പ്രതിഷേധമുണ്ട്. ശരി, ശ്രീ സന്തോഷാണ് പ്രതികരിച്ചത്. ശ്രീ ജയകുമാറാണ് തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീ ജയകുമാർ, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? നമസ്കാരം. നമസ്കാരമുണ്ട്, പറഞ്ഞു. ഒരു സെക്കൻഡ് കേട്ടില്ല. ഒരു സെക്കൻഡ് ശരി, 1 സെക്കൻഡ് അല്ല, ഞങ്ങൾക്ക് അര മിനിറ്റ് തരാം, 30 സെക്കൻഡ് തരാം, പറഞ്ഞു. 10 മിനിറ്റാണ് ചോദിച്ചോണ്ടിരുന്നത്, അത് പോയി. പറഞ്ഞോളൂ ശ്രീ ജയകുമാർ. സാറേ, ഈ എന്താ ഇതിന്റെ പേര് മറന്നില്ല, വെള്ളാപ്പള്ളി നടേശൻ ഈ കേസുകളിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടി ഈ പിണറായി വിജയനെ കൊണ്ടുപിടിച്ചിരിക്കുകയാണ്. അതേപോലെയുള്ള കേസുകളാണല്ലോ പിണറായി വിജയനുള്ളത്. അതുകൊണ്ട് സാറിപ്പോൾ ചോദ്യം ചോദിക്കും, അത് ചോദിക്കാൻ വേണ്ടിയാണ് ഞാൻ പറയണത്. അതേപോലെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മാത്രമാണ് ഈ സുകുമാരൻ നായരെ കൂടെ കൊണ്ട് കുടുക്കി ചാടിച്ചിരിക്കുന്നത്. സുകുമാരൻ നായർ പറഞ്ഞെന്ന് പറഞ്ഞ് ഒരൊറ്റ ആളും വോട്ട് ചെയ്യാൻ പാടില്ല. പിന്നെ ഉള്ളത് സാറേ, ഒരു കാര്യം പറയാം. ഈ കരയോഗം എന്റെ അടുത്ത് എന്റെ കരയോഗമോ എന്റെ ചുറ്റാനുള്ള കരയോഗം എടുക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ CPM-ഓ ഇടതുപക്ഷോ അതിനകത്ത് മെമ്പേഴ്സോ ആരും തന്നെ ഇല്ല. മിക്കവാറും ആരും തന്നെ ഇല്ല. 99% അതിനകത്ത് BJP കോൺഗ്രസ് ആണ് ഉള്ളത്. ആകെ ഉണ്ടായിരുന്ന എന്റെ ഒരു കരയോഗം തന്നെ എടുക്കുകയാണെങ്കിൽ ഞാൻ കുറച്ച് നാൾ മുതൽ കാണാൻ തുടങ്ങിയ ഒരാള് ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റുകാരനാണ്. കമ്മ്യൂണിസ്റ്റ് ഉണ്ടാക്കിയ ആളാണെന്നോണം പറയാം. ഇപ്പൊ അദ്ദേഹമാണ് BJPയുടെ കൂടി ഇവിടുത്തെ പ്രസിഡന്റ്. ഈ സുകുമാരനാരെ എടുത്ത് പള്ളയെ കളയണതല്ലാതെ കരയോഗത്തിൽ ആരും ചെന്ന് ഇടതുപക്ഷം പിണറായി വിജയിക്ക് വോട്ട് ചെയ്യില്ല. ഇന്നിപ്പോ കണ്ട ഈ ബാനറ് സകലമാന സ്ഥലത്തും വരും. സുകുമാരൻ നായർ സ്വന്തം കാര്യം നേടിക്കൊടുക്കാന്ന് പറഞ്ഞ് ഇദ്ദേഹം കൂട്ടുപിടിച്ചിരിക്കുകയാണ്. സുകുമാരൻ നായരെ അടുത്ത് പിന്നെ മുകളില് തലപ്പത്ത് ഒരു 2-3 ഇടതുപക്ഷ പാർട്ടികൾ തലപ്പത്ത് ഉള്ളവരുണ്ട്, 2-3 പേരുണ്ട്. ആ കൂടി എന്തെങ്കിലും ചെയ്യാന്ന് വെച്ചാൽ സുകുമാരൻ നായർ ആ സ്ഥാനത്ത് കാണൂല. നാരായണപ്പണിക്കരെ എങ്ങനെയാണോ വെട്ടിയത് അതുപോലെ ഇദ്ദേഹത്തിന് ഇവിടെ ഓരോ കരയോഗവും വിട്ടും സാറിന് കാണാം. പിന്നെ ഒരു കാര്യം കൂടെ പറയാണ്ട്, ഈ അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയുണ്ടോ ഇപ്പോൾ? NSSൽ G സുകുമാരൻ നായർക്കും SNDPയിൽ വെള്ളാപ്പള്ളി നടേശനും പുറത്തൊക്കെ ഒരുപാട് എതിർപ്പുകൾ കാണും. പക്ഷെ ആ സംഘടനയ്ക്കകത്ത്, ആ സംഘടനാ സംവിധാനത്തിൽ അവരുടെ നേതൃത്വത്തെ ആരും ചോദ്യം ചെയ്യാൻ തന്നെ അങ്ങനെ കാര്യമായ ആളുകളൊന്നും ഇല്ലാത്തൊരവസ്ഥയല്ലേ ഉള്ളൂ. അത് വെള്ളാപ്പള്ളിക്ക് സുകുമാരൻ നായരെ സംബന്ധിച്ചും അങ്ങനെ അതിനൊരു അപ്രമാദിത്വം പുള്ളിക്കുണ്ടല്ലോ. സുകുമാരൻ ഒരാളെ എതിർക്കുമ്പോൾ അവരുടെ പ്ലസും മൈനസും ഒരുപോലെ തന്നെ പറയണമല്ലോ. സാറെ പറഞ്ഞുതരാം. സുകുമാരൻ നായർ വെള്ളാപ്പള്ളിയെ സംബന്ധിച്ച് സാർ പറഞ്ഞത് ഓക്കെ. സുകുമാരൻ നായരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സമദൂരം എന്ന് പറഞ്ഞതുകൊണ്ട് ഇവിടെയുള്ള ഒരു കരയോഗക്കാർക്കും ഒരു പ്രശ്നവുമില്ല. അയാൾ ഏതെങ്കിലും പോട്ട് ശല്യമില്ലല്ലോ. ഇത് നിങ്ങളെല്ലാം കൂടെ കൊണ്ട് ഞാൻ BJPയിലോട്ട് പോവുകയാണ്, നിങ്ങളെല്ലാം കൂടെ കൊണ്ട് കോൺഗ്രസിലോട്ട് പോവുകയാണ്, നിങ്ങളെല്ലാം കൊണ്ട് കമ്മ്യൂണിസ്റ്റിലോട്ട് പോവുകയാണ്. അയാളെ കുടുംബത്തിലെ ആൾക്കാരെ കൊണ്ടുപോകുള്ളൂ, ഇവിടെയുള്ള പാർട്ടിക്കാരെയും കൊണ്ടുപോകില്ല. ഞാൻ സാറിനോട് പറഞ്ഞല്ലോ, 99% ആളുകളും BJPയും കോൺഗ്രസും ആണ്. എല്ലാ കാര്യം സാറ് വേണമെങ്കിൽ ഒരു സർവേ നടത്തി നോക്ക്. ഈ ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ അവർ ഈ കരയോഗത്തിൽ ഇല്ല, അവർക്ക് വേറൊരു ലൈനാണ്. അങ്ങനെ പോകുന്ന ആളിനെ ഇദ്ദേഹം കൊണ്ടുവന്ന് പിണറായിക്ക് വോട്ട് ചെയ്ത് വന്നാൽ പിണറായിക്ക് ഉള്ള വോട്ട് കൂടെ പോകും. സുകുമാരൻ നായരും വെള്ളാപ്പള്ളിയും ഏത് പക്ഷത്ത് ചേർത്തിട്ടുണ്ടോ അവരെ ജോലി ചെയ്തെന്നുള്ള ഉറപ്പാണ്.
പിന്നെ ഉള്ളത് ഹോസ്പിറ്റൽ കേസ്. ഹോസ്പിറ്റലും ഈ വിദ്യാലയമൊന്നും പിണറായി വിജയൻ കൊണ്ടുവന്നതല്ല. രാജാവിന്റെ ഭരണകാലത്ത് ഈ രീതിക്ക് പൊക്കോണ്ടിരിക്കുന്ന ഒരു സംവിധാനം വരുന്ന കക്ഷികളെല്ലാം മുമ്പോട്ട് കൊണ്ടുപോകുന്നതല്ലാതെ രാജാവിന്റെ കാലത്തൊന്നുള്ള സംവിധാനമൊന്നും അല്ല. അതിനൊക്കെ ശേഷം ഒരുപാട് സംവിധാനങ്ങൾ ഉണ്ടാവുകയും നാട് പുരോഗമിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്തായാലും നമ്മുടെ വിഷയമല്ലാത്തതുകൊണ്ട് നമുക്ക് തൽക്കാലം അതിലേക്ക് പോകണ്ട. നമുക്ക് അടുത്ത പ്രശ്നത്തിലേക്ക് പോകേണ്ടതുണ്ട്. ശ്രീ പ്രസന്നാണ് മാളയിൽ നിന്ന്. ശ്രീ പ്രസന്നൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു ഈ NSSന്റെ ഈ ഒരു നിലപാട് മാറ്റം? അല്ലെങ്കിൽ പൊടുന്നനെ ഇതുവരെയും പിണറായി വിജയനെതിരെയൊക്കെ ശക്തമായി സംസാരിച്ചുകൊണ്ടിരുന്ന ആളാണ് സുകുമാരൻ നായർ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലടക്കം അത് പ്രകടമായതുമാണ്. പക്ഷേ ഇപ്പോൾ ഇടതുപക്ഷത്തേക്ക് വരുന്നു. കോൺഗ്രസ് ഇപ്പോൾ ഒരു തരത്തിൽ പറഞ്ഞാൽ അങ്കലാപ്പിൽ കൂടിയാണ്. അവർ പെട്ടെന്ന് അനുനയത്തിനുള്ള നീക്കങ്ങളൊക്കെ നടക്കുകയാണ്. എന്താവും കാരണം? നമസ്കാരം സാർ. നമസ്കാരം. ഈ അടുത്ത ഒരു ഇലക്ഷനുകൾ വരാൻ പോവുകയാണല്ലോ. തദ്ദേശ സ്ഥാപനങ്ങളിലേക്കും അസംബ്ലിയിലേക്കും ഒക്കെ ഇലക്ഷൻ വരാൻ പോവുകയാണ്. എല്ലാവരും പരമാവധി വോട്ട് കിട്ടാനുള്ള ശ്രമങ്ങൾ നടത്തും. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് മുൻ അനുഭവങ്ങളുടെ വെളിച്ചത്തില് തീരുമാനങ്ങളിൽ തിരുത്തൽ വരുത്താനുള്ള നീക്കങ്ങൾ പാർട്ടികളൊക്കെ നടത്തും. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ നമ്മുടെ സർക്കാർ ഒരു നീക്കം നടത്തിയിട്ടുള്ളത്. അത് ഗുണകരമാവുമെങ്കിൽ ഗുണകരമാവട്ടെ എന്നുള്ള ഒരു തീരുമാനമാണ് നമ്മുടെ NSS എടുത്തിട്ടുള്ളത്. അതിലിപ്പോ നമ്മൾ എപ്പോ വേണമെങ്കിലും മാറ്റാവുന്ന ഒരു തീരുമാനങ്ങളാണ് ഇതൊക്കെ. പിന്നെ ഈ സംഘടനകളുടെ നേതാക്കൾ പറഞ്ഞു എന്ന് വിചാരിച്ച് മാറാൻ മാത്രം അല്ലെങ്കിൽ മാറുന്ന വിധത്തിലാണ് നമ്മുടെ അങ്ങനെയൊന്നുമില്ല ശ്രീ പ്രസന്നൻ. അങ്ങനെ ഏത് സംഘടനാ നേതാവ് പറഞ്ഞാലും ഇനി കേരളത്തിൽ ആര് പറഞ്ഞാലും അതൊക്കെ കേട്ട് അപ്പടി പോയി വോട്ട് ചെയ്യുന്നവരൊന്നും അല്ല ഒരു സമുദായത്തിലും പെട്ട ആളുകൾ. അവർക്ക് കൂടി യോജിക്കാവുന്ന വിഷയം പറഞ്ഞാൽ അവർ യോജിക്കും. അല്ലെങ്കിൽ പൊതുവായ ആ സമുദായത്തിനെതിരെ വൈകാരിക പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവുകയാണെങ്കിൽ ആ ഘട്ടത്തിലൊക്കെ യോജിക്കും. അതിനപ്പുറത്തേക്ക് അവർ പറയുന്നവർക്കൊന്നും വോട്ട് ചെയ്യുന്നവരല്ല. ആ ഒരു അവസ്ഥ എല്ലാവരും മനസ്സിലാക്കുന്നത് അത് നല്ലതാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പണ്ടത്തെ മാതിരിയുള്ള ഒരു അവസ്ഥയല്ല ജനങ്ങളുടെ. പണ്ടും അങ്ങനെയൊന്നുമില്ല. കേരളത്തിൽ പണ്ടും ഈ സമുദായ നേതാക്കൾ തീരുമാനിച്ചൊന്നും അങ്ങനെ വളരെ ചില ഘട്ടത്തിലൊക്കെ ഏതെങ്കിലും ഒരു സമുദായത്തിനെതിരെ പൊതുവായ ഒരു പാർട്ടിക്കെതിരെ വികാരം ഉണ്ടാകുന്നു. അപ്പോൾ അതിന് മുന്നിൽ ചാമ്പ്യനായി നിന്നാൽ ചിലപ്പോൾ അത് കഴിയും. അതിനപ്പുറത്തേക്ക് അവരൊരു തീരുമാനം എടുത്താൽ സാധാരണ സമുദായ അംഗത്തിന് ബോധ്യപ്പെടാത്ത ഏത് തീരുമാനം ഏത് സമുദായ നേതാവ് എടുത്താലും അതിൽ അംഗീകരിക്കുന്നവരല്ല മലയാളികൾ. ഞാൻ ഉദ്ദേശിച്ചതല്ല സാർ. അതായത് പണ്ട് ജനങ്ങൾക്ക് അത്രയധികം വിദ്യാഭ്യാസം ഉണ്ടായിരുന്നില്ല, കാര്യങ്ങൾ നേരിട്ട് കാണാനുള്ള അവസ്ഥ ഉണ്ടായിരുന്നില്ല. ഇന്ന് കാര്യങ്ങൾ വിദ്യാഭ്യാസം ഉണ്ട്, പിന്നെ പല സംഗതികളും TV കൂടെ നേരിട്ട് കാണുന്ന ഒരു അവസ്ഥയുണ്ട്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ ജനങ്ങൾ സ്വയമേവ ഒരു തീരുമാനങ്ങളിലൊക്കെ എത്തുന്ന ഒരു വിധത്തിലേക്ക് മാറിയിട്ടുണ്ട്. മാളയിൽ നിന്നും നമുക്ക് അടുത്ത പ്രശ്നത്തിലേക്ക് പോകേണ്ടതുണ്ട്. സന്തോഷാണ് കോട്ടയത്ത് നിന്നാണ്. ശ്രീ സന്തോഷിലേക്ക് കടക്കും മുമ്പ് നമുക്ക് ഏതാനും യൂട്യൂബ് കമന്റുകൾ കൂടി പെട്ടെന്ന് വായിക്കേണ്ടതുണ്ട്. അരുന്ധതി കോലപ്പറമ്പത്ത് നമസ്കാരം കിരൺ എന്ന് പറഞ്ഞ് സുൽകുമാർ നമസ്കാരം പറയുന്നു. കള്ളനായാൽ കള്ളം മാറിയേ പറ്റൂ എന്ന് അജൂസ് പറയുന്നു. NSS ശരിയായ വഴിയിലെന്ന് AK കൃഷ്ണൻകുട്ടി പറയുന്നു. ജയകുമാർ പറയുന്നു സുകുമാരൻ നായരെ പൊക്കി പള്ളേക്കളയും സൂക്ഷിച്ചാൽ പുള്ളിക്ക് തന്നെ കൊള്ളാമെന്ന് പറയുന്നു. സുകുമാരൻ നായരും വെള്ളാപ്പള്ളിയും പറയുന്നത് കേട്ട് എനിക്കറിയാവുന്ന ആരും തന്നെ ഇന്നേവരെ വോട്ട് ചെയ്തിട്ടില്ല. പിന്നെ മടിയിൽ കനമുള്ളവർ പല അഭ്യാസങ്ങളും കാട്ടും, അതൊന്നും വോട്ടാകില്ല എന്ന് സുൽകുമാർ പറയുന്നു. അതോടൊപ്പം തന്നെ മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നമെന്ന് നന്ദകുമാർ പറയുന്നു. മറ്റൊന്ന് എനിക്കൊന്ന് സുൽകുമാർ AK കൃഷ്ണൻകുട്ടിയും അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള തർക്കങ്ങളൊക്കെയാണ്. പിന്നീട് യുവതീ പ്രവേശനത്തിനെതിരെ കേന്ദ്ര നിയമം ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് BJP NSSനെ വഞ്ചിച്ചു എന്ന് AK കൃഷ്ണൻകുട്ടിയും 2019 കാട്ടിക്കൂട്ടിയ വൃത്തികേട് കണ്ട ആത്മാഭിമാനമുള്ള ഒരുത്തിന് വോട്ട് ചെയ്യില്ല, അഹങ്കാരത്തിൻ്റെ മൂർത്തിഭാവം ഇപ്പോൾ അയ്യപ്പനെ വാഴ്ത്തുമെന്ന് സുൽകുമാറൊക്കെ പറയുന്നുണ്ട്. ഇടതുപക്ഷ ഗവൺമെൻറ് മൂന്നാമതും അധികാരത്തിൽ വരുമെന്ന് നാട്ടിലാകെ പൊതുവെ സംസാരമുണ്ട്. അത് മനസ്സിലാക്കി സുകുമാരൻ നായർ ഒരു മുഴം മുമ്പേ എറിഞ്ഞതാണ് എന്ന് VC തോമസ് പറയുന്നു. അൽത്താഫ് പത്തൂർ പറയുന്നു കഴിഞ്ഞ 4 വർഷമായി സ്കൂളുകൾ ഭിന്നശേഷി സംവരണം മറയാക്കി അധ്യാപക നിയമനം തടഞ്ഞു വെച്ചിരിക്കുകയാണ്. എന്നാൽ സർക്കാർ NSS സ്ഥാപനങ്ങളിലെ അധ്യാപകർക്ക് നിയമന അംഗീകാരം നൽകുകയും ചെയ്യുന്നു എന്ന് പറയുന്നു. അതും ചർച്ചയിൽ നിൽക്കുന്ന ഒരു വിഷയം തന്നെയാണ് ഈ സ്കൂളുകളിൽ അധ്യാപകരുടെ തസ്തികകൾ സംബന്ധിച്ച സ്ഥിരീകരണമൊക്കെ. രാജാവിൻ്റെ കാലത്ത് കണിയാന്മാരുടെ വൈദ്യശാലകൾ ഉണ്ടായിരുന്നു, അതല്ലാതെ ഇതുപോലെയുള്ള സൗകര്യമുള്ള ആശുപത്രികൾ ഉണ്ടായിരുന്നോ എന്ന് VC തോമസ് ചോദിക്കുന്നു. അത് ശരിയായ ഒരു ചോദ്യം തന്നെയാണ്. രാജാവിൻ്റെ കാലത്തെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. അന്നത്തെ കാലത്തെ ജീവിതമല്ല ഇന്നിപ്പോൾ മനുഷ്യർ ജീവിക്കുന്നത്. കേരളത്തിൽ BJPക്കെതിരെ ഒരു മുസ്ലിം ക്രിസ്ത്യൻ വോട്ട് ഒന്നിച്ചു വരാനുള്ള സാധ്യതയുണ്ട്. BJP 25% വരെ വോട്ട് നേടാം. അപ്പോൾ ഒരു മുന്നണി പൂർണ്ണമായും തകർന്നു പോകും. അത് ഏത് മുന്നണി എന്നതാണ് മത്സരമെന്ന് രവീന്ദ്രൻ എടശ്ശേരി പറയുന്നു. എന്തായാലും അത്തരം കണക്കുകളൊക്കെ പലപ്പോഴും ആളുകൾക്ക് കേൾക്കുമ്പോൾ ശരിയെന്ന് തോന്നും. പക്ഷേ ആ കണക്കുകൾ രാഷ്ട്രീയത്തിൽ പലപ്പോഴും ഒന്നും രണ്ടല്ല എന്നതുകൂടി നമ്മൾ തിരിച്ചറിയണം. സന്തോഷ് കോട്ടയത്തുനിന്ന്. ശ്രീ സന്തോഷ്, താങ്കൾക്ക് പറയാം. എനിക്ക് ഒരു മിനിറ്റ് തരണേ. നമസ്കാരം. പറഞ്ഞു കിരണ, എനിക്ക് എന്റെ അഭിപ്രായത്തിൽ ഈ പ്രാവശ്യം BJPയും കോൺഗ്രസും ധൈര്യമായിട്ട് മുന്നോട്ട് പോകുന്നതല്ല. കാരണം ഈ രണ്ട് കൂട്ടരെ എവിടെ കൂടിയിട്ടുണ്ടോ അവിടെ മുഴുവൻ പരാജയപ്പെട്ട ചരിത്രം മാത്രമേ ഉള്ളൂ ഇപ്പൊ നമുക്ക് കണ്ടുവരുന്നത്.
കാരണം എന്താ വെച്ചാൽ ഉറങ്ങിക്കിടന്നവരെ ഞങ്ങളെ ഉൾപ്പെടെയുള്ളവരെ എല്ലാം വിളിച്ചോണ്ട് പോയി, ഒരു സുപ്രഭാതത്തിൽ വിളിച്ചോണ്ട് പോയി നായാടി മുതൽ നമ്പൂതിരി വരെ എന്ന് പറഞ്ഞ് BJP-യുടെ പാളയത്തിൽ കൊണ്ടാക്കിയിട്ട് ഇപ്പൊ ഇങ്ങോട്ട് പോരെ, ഞാൻ പറയാം അങ്ങോട്ട് പോരെ എന്നൊക്കെ പറഞ്ഞ് വിശ്വസിക്കാൻ മാത്രം വിഡ്ഢികളൊന്നുമല്ല ഈ കേരളത്തിലുള്ള ജനങ്ങളെന്ന് ആദ്യം ചിന്തിക്കണം. ഇവർക്ക് തരം തോന്നുമ്പോൾ തരം പോലെ വർത്താനം പറഞ്ഞ് അതിന്റെ പുറകെ പോകാനൊന്നും പറ്റിയല്ല. നമ്മളൊരു പാർട്ടിയെ സ്നേഹിക്കുന്നു, ആ പാർട്ടിക്ക് വോട്ട് ചെയ്യുക. അത് നല്ലത് ചെയ്യുന്ന ആരാണോ നല്ലവർക്ക് വോട്ട് ചെയ്യും. അതാണ് ഇപ്പൊ കണ്ടുവരുന്നത്. ഇപ്പൊ കേന്ദ്രത്തെ നരേന്ദ്രമോദിയുടെ ഭരണം കണ്ടാണ് ഇപ്പൊ BJP-യെ കൂടുതലും ആൾക്കാർ ഇവിടെ സ്നേഹിക്കുന്നത്. പക്ഷെ ഇവരെ കണ്ടോണ്ടെന്നല്ല, ഇവരെ കണ്ടോണ്ട് ചെയ്താൽ ഇവർക്ക് ഒരു വോട്ട് പോലും ചെയ്യാൻ തോന്നിയില്ല. അതുപോലെ കോൺഗ്രസ് ആണല്ലോ ഇപ്പം വളരെ മോശമായിട്ടുള്ള പ്രകടനം. പക്ഷെ ഈ സുകുമാരൻ നായരും വെള്ളാപ്പള്ളിയും CPM-ന്റെ കൂടിയെങ്കിൽ അവർ രണ്ടുപേരും ഈ കൊല്ലം രക്ഷപ്പെടുമെന്നുള്ളതിന് ഈ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പ് 2 തെരഞ്ഞെടുപ്പും രക്ഷപ്പെടുമെന്നുള്ളതിന് യാതൊരു വ്യത്യാസമില്ല. കാരണം അവരവരുടെ കാര്യസാധ്യത്തിന് വേണ്ടി പോകുന്നു. ആ പുറകെ ഒന്നും അണികളൊന്നും പോവുകയില്ല. ആ പോകുന്ന ഒരൊറ്റ സമുദായമേ ഉള്ളൂ. ക്രിസ്ത്യൻ സമുദായത്തിന്റെ നേതാക്കന്മാർ ഒരു ഇടയലേഖനം ഒരു പ്രാർത്ഥന നടത്തിയാൽ ഒരു പക്ഷേ അവരുടെ അണികളെല്ലാം ഒറ്റക്കെട്ടാക്കി. ബാക്കി 2 സമുദായത്തിന്റെയും ഈ 3 സമുദായത്തിന്റെയും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുമെന്ന് സ്വപ്നത്തിൽ പോലും ഓർക്കണ്ട. അത് ഒരിക്കലും ഒന്നിക്കാൻ ഇവരായി. അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ PK രവീന്ദ്രൻ പിള്ളയാണ് വിളിക്കുന്നത്. അഞ്ചാലുമൂട് എന്നാണ് വിളിക്കുന്നത്. ശ്രീ PK രവീന്ദ്രൻ പിള്ള, താങ്കൾക്ക് ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത്? നമസ്കാരം. എന്റെ പേര് GK രവിചന്ദ്രൻ പിള്ള എന്നാണ്. ഓക്കെ, ഞാൻ നിങ്ങളെ പൊതുവേദി സ്ഥിരം വിളിക്കുന്ന ഒരാളായിരുന്നു. ഒരു വർഷത്തിനകം വെച്ചിപ്പം വിളിക്കുന്നില്ല. എന്ത് പറ്റി വിളിക്കാതിരിക്കുന്നത്? TV കംപ്ലൈന്റ് ആയിപ്പോയി. ഇത്ര കാലമായി ശരിയാക്കിയില്ല? അല്ലെങ്കിൽ യൂട്യൂബിൽ മൊബൈലിൽ കണ്ടൂടെ? ഇല്ല, ശരിയാക്കാനും മേടിക്കാനും പൈസ ഇല്ലാതായി പോയി. നമ്മുടെ സർക്കാരിന്റെ ഭരണത്തിന്റെ നേട്ടം കൊണ്ടാണ്. കാരണം പറഞ്ഞാൽ ഞാനൊരു കോൺട്രാക്ടറുകാരനാണ് ഇലക്ട്രിസിറ്റി ബോർഡിലെ. കഴിഞ്ഞ ആഗസ്റ്റ് 15-ാം തീയതി കൊടുത്ത പൈസയായിരുന്നു. ഓണത്തിന് 1 രൂപ പോലും കോൺട്രാക്ടർമാർക്ക് കേരളത്തിൽ കാശ് കൊടുക്കാത്ത ഒരു സർക്കാർ ഈ പിണറായി വിജയൻ എന്ന് പറഞ്ഞ സർക്കാരായിരുന്നു ഈ വർഷം. നീ നമ്മുടെ വിഷയത്തിലോട്ട് കിടക്കാം. ഓക്കെ ആണല്ലേ? പറഞ്ഞോളൂ. ഈ സുകുമാരൻ നായരും വെള്ളാപ്പള്ളിയും അവരെ കാര്യസാധ്യത്തിന് വേണ്ടി മാത്രമാണ് ഈ സമുദായത്തിന് ഉപയോഗിക്കുന്നത്. സമുദായത്തിന് യാതൊരു പ്രയോജനവുമില്ല. കാരണം കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാർ ഭരിച്ചപ്പോൾ സുകുമാരൻ നായരുടെ മോളും വെള്ളാപ്പള്ളിയുടെ മോനുമായിരുന്നു ഒരു ബോർഡിന്റെ മെമ്പർമാര്. അതേ കണക്ക് തന്നെ മുസ്ലിം സഹോദരങ്ങളെ ആക്ഷേപിച്ച് സംസാരിച്ചപ്പോൾ ഈ CPM എന്ന് പറയുന്ന പ്രസ്ഥാനം കേരളത്തിലെ ജീവിച്ചിരുന്നതിൽ ഏറ്റവും നല്ല ഒരു മനുഷ്യനായിരുന്നു കേരളത്തിലെ മുൻ മുഖ്യമന്ത്രി, ഇപ്പൊ മരിച്ചുപോയത് നമ്മളെ അച്യുതാനന്ദൻ. പുള്ളി എതിർത്തേനെ ഏതെങ്കിലും ഒരു വാക്ക് സംസാരിച്ചോ? ഈ വെള്ളാപ്പള്ളിയും സുകുമാരൻ നായരും അവരെ കാര്യം സഹായിക്കാൻ വേണ്ടി മാത്രമാണ് ഈ സമുദായത്തിനെ കൊണ്ട് നടക്കുന്നത്. ഞാനൊരു നായർ സമുദായത്തിൽപ്പെട്ട ഒരാളാണ്. ഞാൻ സുകുമാരൻ നായർ പറഞ്ഞ വോട്ട് ചെയ്യൂ. കേരളത്തിലെ NSS-ലെ വിശ്വസിക്കുന്ന നായന്മാർ വോട്ട് ചെയ്യൂ. നായന്മാരെ സംഘടനയിലുള്ള ഒരു സെക്രട്ടറി ഉണ്ടായിരുന്നു, നാരായണ പണിക്കർ. പുള്ളി ഈ പണിക്കൊന്നും പോത്തില്ല. സുകുമാരൻ നായർ പറയുന്നത് ഇന്ന് പത്തനംതിട്ട കരയോത്തി ബാനർ പിടിച്ചു കെട്ടി. അന്നത്തുള്ള സമുദായ നേതാക്കന്മാർ അത് പിടിച്ചു കെട്ടിയത്. കാരണം പറയാൻ സുകുമാരൻ നായർ എന്ന് പറയുന്നതും വെള്ളാപ്പള്ളിയും അവരെ കുടുംബത്തിന് വേണ്ടിയുള്ള കൊണ്ടു കിടക്കുന്നത്. ഒരിക്കലും ഈ സമുദായത്തിന് യാതൊരു പ്രയോജനവുമില്ല. ഇവിടുത്തെ അണികൾക്ക്, നായർ സമുദായത്തിലെ SNDP സമുദായത്തിലെ ജനങ്ങൾക്ക്, സാധാരണക്കാർക്ക് ഈ സമുദായം കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. മുസ്ലിം സമുദായം. താങ്കളുടെ അഭിപ്രായം വിശദമായി തന്നെ പറയാൻ സമയം കിട്ടി എന്ന് പ്രതീക്ഷിക്കുന്നു. ശ്രീ ചന്ദ്രൻ നായരാണ് തിരുവനന്തപുരത്ത് നിന്നും. ശ്രീ ചന്ദ്രൻ നായർ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ സുകുമാരൻ നായരുടെ ഇപ്പോഴത്തെ ഒരു മാറ്റത്തിന് പിന്നിൽ എന്താവും കാരണം? കിരൺ സാർ, കേരളത്തിലെ ഒരു ജാതീയ സംഘടനയാണ് NSS. അതിന്റെ നേതാവ് അഭിപ്രായം പറയുമ്പോൾ സംഘടനാ പ്രതിനിധികളുടെ അഭിപ്രായം കൂടെ ആരായണം. അത് ആരായാത്ത സ്ഥിതിക്ക് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ സ്വന്തമായിട്ടുള്ള ഒരു തീരുമാനമാണ് അദ്ദേഹം പറഞ്ഞേക്കുന്നതെന്നാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷേ NSS-ന്റെ അഭിപ്രായം സുകുമാരൻ നായർ പറഞ്ഞാൽ അഭിപ്രായമായിട്ട് അത് എടുക്കാൻ പറ്റൂല സാർ. NSS-ന്റെ നേതാവ് തന്നെയാണ്. അതായത് കേരളത്തിലുള്ള പ്രതിനിധികളുമായിട്ട് ആലോചിച്ച് വേണം സാർ എടുക്കേണ്ട. ഒരു കമ്മിറ്റി പോലും കൂടാതെയാണ് അദ്ദേഹം അഭിപ്രായം പറഞ്ഞേക്കുന്നത്. പക്ഷെ ഇങ്ങനെയൊക്കെ പറയുമ്പോഴും NSS-നെ പൂർണ്ണമായും NSS-ൽ നിയന്ത്രണാധികാരമുള്ള ഒരു സർവാധികാരിക്കാരൻ എന്നൊക്കെ പറയുന്ന രീതിയിൽ എല്ലാ തരത്തിലും അധികാരമുള്ള അത്രത്തോളം എതിർശബ്ദമില്ലാത്തൊരു നേതാവല്ലേ സുകുമാരൻ നായർ? കേരളത്തിലുള്ള NSS-ന്റെ പ്രതിനിധികൾ പോലും ഇത് അംഗീകരിക്കുന്നില്ല സാർ. എന്റെ അഭിപ്രായം പറയാം. ഞാൻ ഒരു 3ഓളം പേരെ ഈ സംഭവത്തിന് ശേഷം ഒരു 3ഓളം സംഘടനാ പ്രതിനിധികളോട് ഞാൻ ചോദിച്ചിരുന്നു. അപ്പൊ പറയുന്നതെന്ന് വെച്ചാൽ സുകുമാരൻ നായരുടെ അഭിപ്രായമാണ് ആ പറഞ്ഞത്. ഞങ്ങൾക്കൊന്നും അഭിപ്രായമില്ല എന്ന് പറയുന്നു. ഇനി സത്യാവസ്ഥ എനിക്കറിയില്ല സാർ. ഞാൻ ഈ 3 പേരുടെ ചോദിച്ചെന്ന് യാതൊരു കാര്യമില്ലല്ലോ. ശരി,
എന്തായാലും താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ് ശ്രീ ചന്ദ്രൻ നായർ. ശ്രീ ഉണ്ണികൃഷ്ണനാണ് പോത്തൻകോട് നിന്നും. ശ്രീ ഉണ്ണികൃഷ്ണൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു, എന്താവും ഇതിന് കാരണം? സ്വന്തം സമുദായത്തിലുള്ളവർക്ക് പോലും 4 അണേരെ പോയല്ലാത്ത ഒരു സംഘടനയാണ് ഇത് രണ്ടും. അത് ഒരു മരണം നടക്കുമ്പോഴൊക്കെ സ്വന്തം അവിടെ വന്നിട്ട് അരമ്പുണ്ടാക്കി നമ്മളെയൊക്കെ നാറ്റിക്കാന്നല്ലാതെ ഇവര് പറയുന്നത് കേട്ടുകൊണ്ട് ഇവിടെ ഇവര് പറയുന്നിടത്താണ് അവിടെ ആളുകൾ വോട്ട് ചെയ്യാനോ അല്ലെങ്കിൽ അവര് പറയും പോലെ ജീവിക്കാനാണ് ഇവിടെ ഈ സമുദായത്തിൽപ്പെട്ട്. ഞാൻ ഒരു അന്തസ്സായ ഒരു നായർ സമുദായത്തിൽപ്പെട്ടവനാണ്. ഞാൻ ഇന്ന് വരെ ഈ നമ്മൾ പല ആവശ്യങ്ങൾക്കായിട്ട് ഈ NSS എന്ന് പറയുന്ന പല അവരെ കോളേജും മറ്റു കാര്യങ്ങൾക്കും പോയിട്ട് ഇന്ന് വരെ ഞങ്ങൾക്ക് ഒരു ഉപയോഗം ഉണ്ടായിട്ടില്ല. ഈ സമുദായത്തിൽ ജനിച്ചു എന്നല്ലാതെ ഇവരെ കൊണ്ട് യാതൊരു ഗുണം ഉണ്ടായിട്ടുണ്ട്. അത് മാത്രമല്ല ഈ പറയുന്ന, ഞാൻ വേറെ കൂടുതലായിട്ട് മോശമായിട്ടൊന്നും പറയുന്നില്ല, ഇവരൊന്നും പറയുന്ന കേട്ട് ജീവിക്കാനല്ല നമ്മൾ പറയണേ. പിന്നെ ഈ കോൺഗ്രസ് ഭരണത്തിലാണ് ഈ മനുഷ്യന്റെ കാല് പിടിക്കാൻ പോകുന്നത്. ഇവര് പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു പാർട്ടി ഇന്ന് വരെ ജയിച്ചിട്ടുണ്ട്? അത് ഈ ഇടതുപക്ഷത്തിനെ തകർക്കാൻ വേണ്ടിയാണ് ഇപ്പൊ ഇദ്ദേഹം ഇത് പറഞ്ഞിരിക്കുന്നത്. കാര്യം ഇദ്ദേഹം അവർക്ക് അനുകൂലമായിട്ട് നിൽക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ് ജയിക്കും, അല്ലെങ്കിൽ കോൺഗ്രസിനോട് നിൽക്കാന്ന് പറയുകയാണെങ്കിൽ ഇടതുപക്ഷം ജയിക്കും. ശരി, ഓക്കെ, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ് ശ്രീ ഉണ്ണികൃഷ്ണൻ. നമുക്കെന്തായാലും ഈ വിഷയത്തിൽ ചർച്ച തുടരേണ്ടതുണ്ട്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. കൊച്ചുകുട്ടികൾ മുതൽ യുവാക്കൾ വരെ എല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്ന ലഹരിയുടെ ഒരു വല. എന്താണ് നമ്മുടെ യുവതലമുറയ്ക്ക് സംഭവിക്കുന്നത് എന്നൊക്കെ എല്ലാവരും ചോദിച്ചു കാണും. പക്ഷേ എന്തു മുതൽ ആരംഭിക്കുന്നു? ശ്രീ ദിവാകരനാണ് തലശ്ശേരിയിൽ നിന്നും ചേരുന്നത്. ശ്രീ ദിവാകരൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇപ്പോൾ കോൺഗ്രസ് NSSനെ അനുനയിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിലൊക്കെ നിൽക്കുകയാണ്. എന്താവും ഇത്തരമൊരു മനംമാറ്റം സുകുമാരൻ നായർക്ക് ഉണ്ടാവാനുള്ള കാരണം? അദ്ദേഹം എന്ന് പറഞ്ഞാല് പൂർവ്വകാല ചരിത്രമൊന്നും ചിന്തിക്കാണ്ട് ഇങ്ങനെ വേണ്ടാണ്ട് എടുത്തു ചാടിയിട്ട് പൊളിറ്റിക്കലിന് ഒരു ദോഷം വരുന്ന രീതിയിലുള്ള പെരുമാറ്റം അത്. അതായത് അത് ജനങ്ങൾ അത് വിലയിരുത്തും സാറേ. ഹലോ, കേൾക്കാം, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ് ശ്രീ ദിവാകരൻ. ശ്രീ ഹരിദാസ് ആണ് ഇടുക്കിയിൽ നിന്ന്. ശ്രീ ഹരിദാസ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു, എന്താവും ഇങ്ങനെ ഒരു പെട്ടെന്നൊരു മാറ്റം ഉണ്ടാവാനുള്ള കാരണം? എന്തോ പ്രശ്നങ്ങൾ ഇവരുടെ ഉള്ളിലുണ്ട് സാർ. ഇപ്പൊ എത്ര നായർ സമുദായത്തിൽ നിന്ന് എത്ര പേര് സാറിനെ ഇപ്പൊ വിളിച്ചു, അവർ അഭിപ്രായങ്ങൾ പറഞ്ഞില്ലേ? ആരെങ്കിലും ഒരാൾ അതിന് അനുകൂലമായിട്ട് സംസാരിച്ചിട്ടുണ്ടോ? ഒരുപാട് കരയാവുകൾ ഈ മനുഷ്യന്റെ ഈ പ്രവർത്തനങ്ങളോട് ഇഷ്ടപ്പെടാതെ മാറി നിൽക്കുന്നുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് അന്വേഷിച്ച് നോക്കും. എത്രയോ കരയോഗങ്ങളുണ്ടെന്നറിയോ ഇപ്പൊ NSSുമായിട്ട് സഹകരിക്കാത്ത. ഒരു തെരഞ്ഞെടുപ്പ് പോലും നടത്തി കൊടുക്കാത്ത സ്വഭാവമാണ് ഇദ്ദേഹത്തിന്. ഇദ്ദേഹത്തിന് ഇഷ്ടമുള്ളവരെ തിരികെ കയറ്റുക. ഇതൊന്നും ഞങ്ങളാരും അംഗീകരിക്കുന്ന കാര്യമല്ല. ഒരൊറ്റ നായർ സമുദായ അംഗങ്ങളും അംഗീകരിക്കില്ല ഈ കാര്യം. എത്രയോ പേര് അങ്ങോട്ട് വിളിച്ചു, ആരെങ്കിലും ഒരാളെ പറഞ്ഞിട്ടുണ്ടോ അനുകൂലമായിട്ട്? ഇല്ലല്ലോ. ശരി, ശ്രീ ദാസനാണ് വർക്കലയിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ദാസൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു, ഇപ്പോഴത്തെ സുകുമാരൻ നായരുടെ നീക്കം എന്ത് കണ്ടുകൊണ്ടാണ്? എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ. ഈ സുകുമാരൻ നായരെ പല പാർട്ടിയിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചാഞ്ഞു നിന്ന ഒരാളാണ്. LDFനും UDFനും ഒക്കെ അവസരമൊത്തൊക്കെ പറയുന്ന ഒരാളാണ്. ഇത് വലിയ കാര്യമായിട്ട് എടുക്കേണ്ട കാര്യം. വെള്ളാപ്പള്ളിയെ ഒരിക്കലും, വെള്ളാപ്പള്ളി എന്ന് പറയുന്ന ആളിനെ ഇതിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വിരോധികളാവും, ഒന്നിക്കും. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ. പിന്നെ സുകുമാരൻ നായർ ഇപ്പൊ ഇടതുപക്ഷത്തോട് ചാഞ്ഞു എന്ന് പറയുമ്പോഴത്തേക്ക് ശബരിമലയാണ് പറയുന്നത്. ഈ ശബരിമല പറയുമ്പോഴേ സ്ത്രീകളെ കയറ്റിയ ഇടതുപക്ഷത്തിന് അപ്പൊ ഞാൻ ഒറ്റ വാക്ക് ചോദിക്കും, അപ്പൊ സുകുമാരൻ നായർക്കും ഈ സ്ത്രീകൾ അവിടെ കയറണമെന്ന് ഉള്ള ആഗ്രഹമുണ്ടോ? അല്ലെങ്കിൽ പിന്നെ അങ്ങനെ ഒരു ചായ്വ് പറയൂ. അദ്ദേഹം പണ്ട് എതിർത്ത ആളാണ്. അപ്പൊ ഇപ്പോഴ് ഇടതുപക്ഷത്തിന് ചായ്വ് പറയുമ്പോ നമ്മൾ അങ്ങനെയല്ല ചിന്തിക്കേണ്ട. കാരണം അവിടെ സ്ത്രീകളെ കയറ്റിയ മുഖ്യമന്ത്രിക്ക് ചായ്വ് പറയുമ്പോ ഇദ്ദേഹത്തിനും അവിടെ സ്ത്രീകളെ കയറ്റുന്നതിന് ഒരു വെറുപ്പും ഇല്ലെന്നാണ് എന്റെ മനസ്സിലാക്കാൻ കഴിയുന്നത്. കാര്യം നമ്മൾ ഒരുപാട് ഈ രാഷ്ട്രീയമായിട്ടല്ല പറയും. അത്തരം നിലപാട് CPM മാറ്റിയെന്നും അത്തരം ഒരു ഉറപ്പ് തനിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നും കൂടിയാണ് സുകുമാരൻ നായർ അഭിമുഖത്തിൽ പറഞ്ഞത്. അതെ, തെറ്റ് തിരുത്തിയെന്ന് പറയണ്ടേ? തിരുത്തിയെന്ന് പറഞ്ഞു സുകുമാരൻ നായർ പറഞ്ഞു, പാർട്ടി പറഞ്ഞിട്ടില്ല. പക്ഷെ സുകുമാരൻ നായർ പറഞ്ഞു അങ്ങനെ ഒരു തിരുത്തൽ ഉണ്ടായി എന്ന് പറഞ്ഞു. സുകുമാരൻ നായർ പറഞ്ഞു, ഓക്കെ. പക്ഷേ ഈ പാർട്ടിയിലെ മുഖ്യമന്ത്രി പറയണ്ടേ എനിക്കൊരു തെറ്റ് പറ്റിയെന്ന്?
അങ്ങനെ പറഞ്ഞിട്ടില്ല. അങ്ങനെ നിലപാട് മാറ്റുന്ന ഒരിടത്തും പറഞ്ഞിട്ടില്ല. നിലപാട് മാറ്റപ്പോൾ സുകുമാരൻ നായർ ഇദ്ദേഹം ഒരു നല്ലൊരു അങ്ങനെയൊക്കെയാണ് ഞാൻ കാണുന്നത്. പക്ഷെ വെള്ളാപ്പള്ളി പറയുന്നതും പല അവസരങ്ങളിലും വെള്ളാപ്പള്ളി പറഞ്ഞിട്ടുള്ളത് വളരെ രീതിയിലാണ്. കാരണം ഇവര് തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഇവരൊക്കെ ഒന്നിക്കുന്ന കാര്യം എന്തെന്ന് മനസ്സിലാവുന്നില്ല. അപ്പൊ ഇടതുപക്ഷത്തിന്റെ കൂടെയും UDF കൂടെയും എല്ലാരുടെ കൂടെയും അവസരങ്ങൾ വെച്ച് അവർക്ക് മുതലാക്കാൻ പറ്റുന്ന ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് അവരെ പിന്താങ്ങുന്നതാണ് ഞാൻ അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ ഇപ്പൊ ഇടതുപക്ഷം താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ ദാസൻ ശ്രീനിവാസനാണ് തിരുവനന്തപുരത്ത് നിന്നും. ശ്രീനിവാസൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു ഈ NSSന്റെ ഇപ്പോഴത്തെ ഒരു നിലപാട് മാറ്റം? അത് ഒരു തരത്തിൽ പറഞ്ഞാൽ കോൺഗ്രസിനെ ഞെട്ടിക്കുന്നത് കൂടിയാണ്. കോൺഗ്രസ് അങ്ങനെ ഒരു ഉറച്ച പിന്തുണയൊക്കെ അവരുടെ കിട്ടും, അല്ലെങ്കിൽ ഇത്തരത്തിലെ തങ്ങളെ തള്ളിപ്പറയില്ല എന്നെങ്കിലും പ്രതീക്ഷിച്ചിരുന്നതാണ്. എന്തായിരിക്കും ഇതിന് കാരണം? കോൺഗ്രസിന് ഒരു ഞെട്ടലുമില്ല. സുകുമാരൻ നായർ പിണറായി വിജയന്റെ വാക്ക് കേട്ട് നടന്ന പിൻസീറ്റിൽ പോയിരിക്കേണ്ടി വരും. പിൻസീറ്റിൽ ഇനി നമുക്ക് കാണാൻ പോകുന്നത് പിൻസീറ്റില് ഇടക്കാകാശായിരിക്കും. ഇതിനെ NSSന്റെ 4 പാർട്ടിയാക്കിയിട്ട് ചിഹ്ന എതിറിയാക്കും പിണറായി വിജയൻ. അതിൽ യാതൊരു സംശയവും വേണ്ട. UDFന്റെ കൂടെ നിൽക്കുമ്പോഴൊക്കെ മുൻ സീറ്റിലായിരുന്നു സുകുമാരൻ നായർ. ഇത് വലിയ ഭരണം അധികമായപ്പോഴല്ലേ അതിലൊക്കെ പല തെറ്റിദ്ധാരണകൾ ഉണ്ടായിട്ടുണ്ട്. മനസ്സിലായില്ല. സുകുമാരൻ നായർ അബ്ദത്തിൽ വരും 4 പാർട്ടിയായിട്ട് പോകും ഈ NSS. നോക്കിയോ അല്ലെങ്കിൽ ഇത് ഞാൻ പറഞ്ഞത് 100% കറക്റ്റ്. ശ്രീ സുരേന്ദ്രനാണ് തൃശ്ശൂരിൽ നിന്നും. ശ്രീ സുരേന്ദ്രൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇപ്പോഴത്തെ ഈ നീക്കങ്ങളൊക്കെ എന്തിന്റെ പ്രതിഫലനമാവാൻ സാധ്യതയുണ്ട്? നമസ്കാരം സാറേ. നമസ്കാരം. എനിക്ക് പറയാനുള്ളത്, ഞാനിപ്പോ നമുക്ക് വട്ടിയൂർക്കാവ് ബൈ ഇലക്ഷനില് ഈ സുകുമാരൻ നായർ എടുത്ത അതൊക്കെ നമുക്കറിയാം. എപ്പോഴും സുകുമാരൻ നായർ എപ്പോഴും ഒന്നില്ലെങ്കിൽ സമദൂരം അല്ലെങ്കിൽ UDFന് അനുകൂലമായിട്ടുള്ളൊരു സമീപനമാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നേരത്തെ മഞ്ചേരിയിൽ മുഹമ്മദ് ചേട്ടനൊക്കെ പറഞ്ഞ മാതിരി ഈ സുകുമാരൻ നായർ ഇങ്ങനെ പറഞ്ഞല്ലോ, ഇടതുപക്ഷത്തിന് അനുകൂലമായി പറഞ്ഞു. അതാണ് അവിടെ. അല്ലാണ്ട് ഇപ്പൊ എല്ലാ സമുദായ അംഗങ്ങളും വോട്ട് ചെയ്യുന്നോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കണ്ട. പിന്നെ ഈ സുകുമാരൻ നായരെ ഏറ്റവും കൂടുതൽ പറ്റിച്ചിട്ടുള്ളത് കോൺഗ്രസ്സുകാരാ. ഒരു താക്കോൽ സ്ഥാനത്തിന്റെ കാര്യം സാറിന് അറിയാലോ. എന്നിട്ട് സുകുമാരൻ നായർ ഈ ഇതേ മാധ്യമങ്ങളോട് ഒന്ന് കരഞ്ഞതും വലിയ ഒച്ചത്തിൽ ബഹളം ഉണ്ടാക്കിയതൊക്കെ നമുക്കറിയാം. ഈ രമേശ് ചെന്നിത്തലനെ താക്കോൽ സ്ഥാനത്ത് സ്ഥാപിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഉമ്മൻചാണ്ടി വാക്ക് കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ കോലാഹലം കാര്യങ്ങളൊക്കെ ഉണ്ടായതാ. അതുപോലെ തന്നെ BJPക്കാർ പറഞ്ഞു ഞങ്ങൾ കയറി കഴിഞ്ഞാൽ ഭരണഘടന മാറ്റി ശബരിമലയിലെ ഈ ഇത് മാറ്റുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ LDF എടുത്ത സ്റ്റാൻഡ് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, ഈ ഹയർ ബെഞ്ചിലേക്ക് പോയപ്പോ ഹയർ ബെഞ്ചിൽ നിന്ന് എന്ത് ഓർഡർ ആണോ വരുന്നത് ആ ഓർഡർ സമുദായ ആചാര്യന്മാരോ മറ്റുള്ള ആചാര്യന്മാരോ ഒക്കെ ആയിട്ട് ചർച്ച ചെയ്തതിന് ശേഷമേ നടപ്പാക്കൂ എന്നാണ് LDF എടുത്ത സ്റ്റാൻഡ് എന്ന് അന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നും അങ്ങനെയാണ് വരുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ശ്രീ സുരേന്ദ്രൻ, സുകുമാരൻ നായർ പറഞ്ഞത് അക്കാര്യത്തിൽ സർക്കാർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതിന്റെ പച്ച മലയാളത്തിൽ ശബരിമലയിൽ യുവതികളെ കയറ്റേണ്ടതില്ല എന്നുള്ള നിലപാടിലേക്ക് സർക്കാർ മാറിയിട്ടുണ്ട്. അക്കാര്യത്തിൽ എനിക്ക് ഉറപ്പ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുന്നു എന്നാണ് പറഞ്ഞതിന്റെ ഒരു അർത്ഥം. ഞാൻ സാറിനോട് ഒരു കാര്യം ചോദിക്കട്ടെ. ഈ ഇടതുപക്ഷം ഈ സുപ്രീം കോടതി വിധി വരുന്നതിന് മുന്നേ ഏതെങ്കിലും സ്ത്രീകളെ കയറ്റാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കേസ് കൊടുക്കാനോ ഇടതുപക്ഷം പോയിട്ടുണ്ടോ? സുപ്രീം കോടതി വിധി വന്നതിന് ശേഷം അപ്പോഴാണ്ടായിട്ടുള്ളൂ. സുപ്രീം കോടതിയിൽ ഇടതുപക്ഷത്തിന്റെ നിലപാട് എന്താണ്? ഇടതുപക്ഷത്തിന്റെ നിലപാട് ശബരിമലയിൽ പുരുഷന്മാർക്ക് എന്ന പോലെ സ്ത്രീകൾക്കും പ്രവേശനം അനുവദിക്കണം എന്നുള്ളത് തന്നെയാണ്. അതുമായി ബന്ധപ്പെട്ടാണല്ലോ കേരളത്തിൽ വലിയ തർക്കങ്ങൾ ഉണ്ടാവുകയും നവോത്ഥാനം അതിലൊക്കെ സൃഷ്ടിക്കുകയും കേരളത്തിൽ പുരോഗമന നിലപാട് സ്വീകരിക്കുന്ന മനുഷ്യരൊക്കെ ഇടതുപക്ഷത്തിനൊപ്പം ചേരുകയും ഒക്കെ ചെയ്തത്. ആ നിലപാട് ഇപ്പോൾ ആരും പറയുന്നില്ല എന്നത് യാഥാർത്ഥ്യമാണ്. ആ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോയെന്നും ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്നൊന്നും ഒരു വാക്ക് പോലും ആരും പറയുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം കൂടിയുണ്ട്. അതൊക്കെ തന്ത്രപരമായ നിലപാടായിരിക്കും, എനിക്കറിയില്ല. അതെ, ഞാൻ പറഞ്ഞേക്കോ രാഷ്ട്രീയമാകുമ്പോ സാറിന് അറിയാലോ, രാഷ്ട്രീയത്തിലെ ഓരോ ആൾക്കാരും പറയുന്നത് ഈ പറഞ്ഞ പാർട്ടികളൊക്കെ കോൺഗ്രസ് ആയിക്കോട്ടെ BJP ആയിക്കോട്ടെ അവരുടെ നേതാക്കന്മാരൊക്കെ എന്താ പറഞ്ഞ ഫസ്റ്റില് യുവതി പ്രവേശനം. ഈ കോൺഗ്രസും BJPയും അവരുടെ നേതാക്കന്മാർ പറഞ്ഞ പോലെ ഞങ്ങളും തന്ത്രമാണ് പറയുന്നെങ്കിൽ പിന്നെ ഞങ്ങളും അവരെ പോലെ ഒരു പാർട്ടിയാണ് എന്ന് പറയേണ്ടി വരും. ഞങ്ങൾ വ്യത്യസ്ത പാർട്ടിയാണെന്ന് പറയുന്നത് അല്ല. ഈ CPM പറഞ്ഞത് CPM ഇതിന് മുന്നേ പോയിട്ടില്ല, കോടതിയിൽ പോയിട്ടില്ല, ഇവരെ കയറ്റണമെന്ന് പറഞ്ഞിട്ടില്ല. കോടതി വിധി വന്നപ്പോഴാണ് അത് ഉണ്ടായത്. അത് ഹയർ ആ കേസിന് സ്റ്റേ ഉണ്ടോ ഇപ്പോ? കേസിൽ ഒരു സ്റ്റേ ഇപ്പോഴും വേണമെങ്കിൽ സുപ്രീം കോടതി വിധി തന്നെയാണ് ഇപ്പോഴും നിലവിലുള്ളത്.
അല്ല ഇപ്പൊ കയറ്റാനായിട്ട് നോക്കുന്നുണ്ട്. സ്റ്റേ ഇല്ലല്ലോ. സ്റ്റേ ഇല്ല. ഇപ്പോൾ ഒരു സ്ത്രീ കയറണം എന്ന് പറഞ്ഞു വന്നാൽ അവരെ കയറ്റാനുള്ള സംവിധാനം ഒരുക്കണം എന്ന് തന്നെയാണ് ഉത്തരവിന്റെ അടിസ്ഥാനം. ഹയർ ബെഞ്ചിലേക്ക് പോയപ്പോ ഹയർ ബെഞ്ചിന്റെ വിധി വരട്ടെ. വിധി വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ആചാര്യന്മാരായിട്ട് ആലോചിച്ച ശേഷമേ നടപ്പാക്കോ എന്നാണ് അന്ന് സ്റ്റാൻഡ് എടുത്തിട്ടുള്ളത്. ശരി സുരേന്ദ്രൻ, ഈ ആചാര്യന്മാരുമായിട്ടൊക്കെ ആലോചിച്ച് സാമൂഹ്യ നവോത്ഥാനം തീരുമാനിക്കുന്ന തരത്തിലേക്ക് ഒരു പാർട്ടി പോയെങ്കിൽ പിന്നെ ഇവിടെ ചോദ്യങ്ങളൊന്നുമില്ല. ശരി, എന്താണ് സുരേന്ദ്രൻ സാറ് പറഞ്ഞു? പിന്നെ എന്താ അവിടെ ചെയ്യേണ്ടത്? അല്ലല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ, അഭിപ്രായം പറഞ്ഞാണ്. CPM നിലപാട് നവോത്ഥാന കാലത്ത് പറഞ്ഞ നിലപാടുകളൊക്കെ ഉണ്ടല്ലോ. ഒരു ഹയർ ബെഞ്ചിലേക്ക് പോയി. ഹയർ ബെഞ്ച് അത് കേസിന്റെ കാര്യം. കോടതി വിധി വന്നതിന് ശേഷം ഈ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളൂ. അതിന് മുന്നേ ഒരാളും പോയിട്ടില്ല. ശരി, ശ്രീ സന്തോഷാണ്, വെള്ളരിക്കുണ്ടിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ സന്തോഷ്, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ സമീപിക്കുന്നത്? ശ്രീ സുകുമാരനാണ് കണ്ണൂരിൽ നിന്നും. ശ്രീ സുകുമാരൻ, താങ്കൾക്ക് പറയാം. എന്തായാലും സാർ അയ്യപ്പന് ഏതായാലും ശക്തി കൂടി. ഹലോ, നമസ്കാരം, പറഞ്ഞോളൂ. അയ്യപ്പൻ ഏതായാലും ശക്തി ഏതായാലും കൂടി സാറേ. പിന്നെ സുകുമാരൻ നായർക്ക് താക്കോല് സ്ഥാനം വേണം. സുകുമാരൻ നായർക്ക് താക്കോലാണ് പ്രശ്നം. ഹലോ, പറഞ്ഞോളൂ. സുകുമാരൻ നായർക്ക് താക്കോലാണ് വിഷയമെങ്കിൽ സ്വാഭാവികമായും UDF വന്നാൽ UDFന്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ സുകുമാരൻ നായർ ഉദ്ദേശിക്കുന്ന താക്കോൽ വിഭാഗത്തിൽ രക്കപ്പെടുന്നതാണെന്ന് പറയേണ്ടി വരും. ഇപ്പൊ സാറേ ഇപ്പൊ ഈ ജഗതി പറഞ്ഞ മതിയാണ് ഇത്. ഈ താക്കോൽ പറഞ്ഞോളൂ താങ്കൾ. താക്കോൽ എവിടെയുണ്ട് സാറേ? ഇപ്പൊ ഈ താക്കോൽ ഇപ്പൊ എവിടെയുണ്ട് സാറേ? ഹലോ, ശരി, ശ്രീ സുകുമാരനാണ് കണ്ണൂരിൽ നിന്നും. ശ്രീ പ്രദീപാണ് ന്യൂയോർക്കിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ പ്രദീപ്, താങ്കൾ എങ്ങനെയാണ് NSSന്റെ ഈ നിലപാടിനെ കാണുന്നത്? നമസ്കാരം കിരൺ. നമസ്കാരമുണ്ട്. അപ്പൊ ഇതിലൊരു ക്യാപ്ഷൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. കട്ടപ്പ എന്നാണ് കൊടുത്തേക്കണേ അല്ലേ കിരണേ പുറകില്? അപ്പൊ പുറകിൽ നിന്ന് കുത്തി എന്നുള്ളതല്ലേ ഉദ്ദേശം? അതല്ലേ, അങ്ങനെയല്ലേ മെൻഷൻ ചെയ്തേക്കണേ? അല്ലല്ലോ, നമ്മൾ കൊടുത്തിരിക്കുന്ന NSSന്റെ കളം മാറ്റത്തിന് പിന്നിൽ എന്ത് എന്നുള്ളതാണ്. അല്ല, സുകുമാരൻ നായർ കട്ടപ്പയോ എന്നൊരു ചോദ്യം കൂടെ കണ്ടു ഞാൻ. അല്ലാതെ ഇന്ന് ഒരു പത്തനംതിട്ടയിലെ ഒരു സ്ഥലത്ത് ഒരു ബാനർ വന്നിരുന്നു, ഒരു NSS ആസ്ഥാനത്തിന് മുന്നിൽ. ആ ബാനറിൽ സുകുമാരൻ നായരെ കട്ടപ്പയായി ചിത്രീകരിച്ചുകൊണ്ടാണ്, അത് ആര് വെച്ചാണ് എന്ന് നമുക്കറിയില്ല, അങ്ങനെ ഒരു ബാനർ വന്നിരുന്നു. അത്തരം ചില ചർച്ചകൾ നടക്കുന്നുണ്ട്. അതെ അതെ. എന്തായാലും ഈ സുകുമാരൻ നായർ ഒന്നും കാണാതെ ഒന്നും ചെയ്യാത്ത നല്ല ഒറിജിനൽ നായരാണ് അദ്ദേഹം. നല്ല കിടിലോട്ട് അറിയാം അദ്ദേഹത്തിന്റെ നിലനിൽപ്പും കുടുംബത്തിന്റെ നിലനിൽപ്പും. ഇദ്ദേഹത്തിന്റെ മക്കൾക്കൊക്കെ കുറച്ച് അലിഗേഷൻ ഉണ്ടായല്ലോ, ഈ ജോലി സാമ്പത്തിക കാര്യങ്ങളെല്ലാം. അതൊക്കെ ശരിയാണോ? അത് പിന്നെ മുങ്ങിപ്പോയല്ലോ അല്ല, ഈ നമ്മുടെ പിണറായി സർക്കാർ വന്ന ശേഷം അതങ്ങ് മുങ്ങിപ്പോയി. അതേപോലെ തന്നെ വെള്ളാപ്പള്ളി നടേശന്റെ മൈക്രോ ഫൈനാൻസ് അതങ്ങ് മുങ്ങിപ്പോയി. വെള്ളാപ്പള്ളി നടേശന്റെ മകനെ അവിടെ സൗദിയിൽ എന്തോ പോലീസ് പിടിച്ചെന്തോ വെച്ചപ്പോ അത് അദ്ദേഹം സിമ്പിൾ ആയിട്ട് ഇറക്കിക്കൊണ്ടുവന്നു. അപ്പോ ആരൊക്കെകൊണ്ടുവന്ന് ഇവിടുത്തെ സ്വാധീനം ചെലുത്തിക്കൊണ്ടല്ലേ ഇറക്കിക്കൊണ്ട് വന്നത്. അല്ലാതെ ഒരു സ്വപ്നത്തിൽ പോലും ഇറങ്ങി വരാത്ത കാര്യങ്ങൾ അവിടെ ചെയ്തിരുന്നതെന്നാണ് ഞാൻ അറിഞ്ഞത്. എന്തായാലും ഞാൻ ചോദിച്ചത് കേരള സർക്കാരും ഇവിടെ കേരള സർക്കാരിൽ ഇടപെട്ടു. ഇവിടുത്തെ ഏതോ വലിയ ബിസിനസ്മാൻമാർ ഇടപെട്ടു. ഈ കേരള സർക്കാരിന് ഇവിടുത്തെ ഏറ്റവും വലിയ തുഷാർ വെള്ളാപ്പള്ളി ഇപ്പോൾ ഏത് പക്ഷത്താണ് നിൽക്കുന്നത്? അല്ല, അത് ഞാൻ പറഞ്ഞു വന്നത് അതാണ് മിസ്റ്റർ കിരണേ. അതായത് മകനെ BJPയിൽ നിർത്തി അപ്പന്റെ ഫൈനാൻസും കാര്യങ്ങളിലെ കേസുകളെല്ലാം ഒന്ന് ഒതുക്കി വയ്ക്കുക, കേരളത്തില് അവരുടെ കാര്യങ്ങളെല്ലാം നടത്തിക്കൊണ്ടുപോകുക എന്നുള്ളതല്ലാതെ ഈ ജാതിമത നേതാക്കന്മാർ അവരുടെ സ്വാർത്ഥതയ്ക്കും അവരുടെ സ്വന്തം കാര്യങ്ങൾക്കല്ലാതെ എന്തിനു വേണ്ടിയാണ് അവരെന്തെങ്കിലും ജനക്ഷേമമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാറുണ്ടോ? അതൊന്നും ചെയ്യാറില്ല. പിന്നെ ഈ ഭക്തിയുടെ കാര്യം പറഞ്ഞ് ഇരുളിന്റെ മറവിൽ 2 സ്ത്രീകളെ പോലീസിന്റെ വേഷം കെട്ടി സന്നിധാനത്ത് കയറ്റി കൊണ്ടുപോയത് പിണറായിയുടെ പോലീസും പിണറായി വിജയനും അല്ലയോ? പിന്നെ എങ്ങനെയാണ് ഒരു വിശ്വാസിയായ ഒരു വ്യക്തിക്ക് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്യുമോ? എനിക്ക് തോന്നുന്നു വിശ്വാസികൾക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വോട്ട് ചെയ്യുന്നതിന് പ്രത്യേകിച്ച് തടസ്സമൊന്നുമില്ല. ശ്രീ പ്രദീപ്, കേരളത്തിലെ വിശ്വാസികളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിലൊക്കെ പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഞാനൊരു വിശ്വാസിയല്ല മിസ്റ്റർ കിരൺ, ഞാനൊരു വിശ്വാസിയല്ല. അത് ഒരു വിശ്വാസിയല്ല, ഒരു മതത്തിൽ വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ. അപ്പൊ അതുകൊണ്ട് പക്ഷെ ഞാൻ പറഞ്ഞ വിശ്വാസിയായ ഒരു വ്യക്തിക്ക് തന്റെ വിശ്വാസത്തിന്മേൽ ഖനിക്കപ്പെട്ട ആ ഒരു അങ്ങനെ ഒരു സ്ഥിരമായ വിശ്വാസമൊന്നുമില്ല ശ്രീ പ്രദീപ്. എല്ലാ മതത്തിന്റെയും ഒരുപാട് വിശ്വാസങ്ങളും അനാചാരങ്ങളും ഒക്കെ മാറി 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 കാലത്തിനൊത്ത് ഒരുപാട് മാറിയതാണ്. താങ്കളുടെയോ എൻ്റെയോ ഒരു 2 തലമുറയ്ക്ക് മുമ്പുണ്ടായിരുന്നവർ ആചരിച്ചിരുന്ന വിശ്വാസങ്ങളും ഒന്നുമല്ല ഇപ്പോഴുള്ളത്. അതൊക്കെ ഒരുപാട് മാറ്റം ഉണ്ടായിട്ടുണ്ട്.
അതെ, അല്ല, ഞാനും താങ്കളും ചേരുന്ന ഒരേ ഒരു വിഷയമേ താങ്കളൊരു വിശ്വാസിയല്ല എന്നാണ് എന്റെ വിശ്വാസം. ഞാനും അതാണ്, ഒരു വിശ്വാസിയല്ലാത്ത വ്യക്തികളാണ് ഞാനും താങ്കളും. അതിൽ മാത്രമേ നമ്മൾ ചേരൂ എന്നാണ് എന്റെ വിശ്വാസം. എനിക്കറിയത്തില്ല. പിന്നെ ജനങ്ങളുടെ ക്ഷേമവും ഇതും കണ്ടുകൊണ്ട് മാത്രമല്ല, ജനങ്ങൾക്ക് ഈ സർക്കാരിൽ നിന്ന് എന്ത് കിട്ടി എന്നത് കണ്ടുകൊണ്ട് തന്നെ ആയിരിക്കും എന്റെ വിശ്വാസം അനുസരിച്ച് അടുത്ത തവണ ഏത് സർക്കാർ വരണം എന്ന് തീരുമാനിക്കുന്നത്. അഡ്വാൻസ് ആയി ഒരു കാര്യം കൂടെ ഞാൻ പറയാം. എന്റെ ഒരു കാഴ്ചപ്പാടിൽ കഴിഞ്ഞ തവണ ഞാൻ നാട്ടിൽ വന്ന കണ്ടപ്പോൾ കാര്യങ്ങൾ എന്റെ നാട്ടിലെ ജനങ്ങൾ അനുഭവിക്കുന്ന കാര്യങ്ങൾ വെച്ച് ഞാൻ നോക്കുമ്പോൾ ഒരു 30 സീറ്റിനപ്പുറം LDF-ന് കിട്ടില്ല. കോൺഗ്രസ് ആയിരിക്കും ഭരിക്കാൻ വരുന്നത്, അത് ഉറപ്പ്. ശരി, ഓക്കെ. താങ്കളുടെ ഓരോരുത്തരുടെ ഓരോ കണക്കുകൂട്ടലുകൾ. ശ്രീ ജയാണ് കൊല്ലത്ത് നിന്നും. ശ്രീമതി ജയ, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഈ സുകുമാരൻ നായർ ഇത്തരമൊരു നിലപാട് സ്വീകരിക്കാനുള്ള കാരണം എന്താവും? നമസ്കാരം കിരൺ. നമസ്കാരമുണ്ട്, പറഞ്ഞോളൂ. കിരണേ, ഈ നമ്മുടെ SNDP-യുടെ ആള് വെള്ളാപ്പള്ളി നടേശന് പ്രശ്നം ഉണ്ടായപ്പോ മകനെ പറഞ്ഞ് BJP-യിലോട്ടും വിട്ട് പുള്ളി ഇവിടെ പിണറായിയുടെ സപ്പോർട്ടിനും കൂടെ നിന്ന്. കാരണം ഇവിടെ പ്രശ്നം ഉണ്ടെങ്കിൽ അദ്ദേഹം പരിഹരിക്കും, സെൻട്രലിലാണെങ്കിൽ മകൻ പരിഹരിക്കും. അതേ നയമാണ് ഇപ്പൊ സുകുമാരൻ നായരും എടുത്തിരിക്കുന്നത്. കാരണം ഈ നമ്മുടെ വിശ്വാസികളുടെ ഒരു ജാഥ നടന്നപ്പോ ഇയാളാണ് അതിന്റെ മുമ്പിൽ നിന്നത്. എന്നിട്ട് അവർക്ക് കേസും വഴക്കും ഒക്കെ ആയി അതൊന്നും ഇപ്പോൾ പരിഹരിച്ചിട്ടില്ല. അപ്പം പുള്ളി ഇങ്ങനെ കാലുവാരുന്നത് എന്തിന്റെ ഉദ്ദേശമാണെന്ന് മനസ്സിലാക്കി. പിന്നെ പുള്ളിയുടെ മക്കൾക്കും എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് ഞാനിങ്ങനെ ന്യൂസിൽ കൂടെ ഒക്കെ അറിയുന്നുണ്ട്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കണം. പക്ഷെ അയാൾ മാറിയെന്ന് വിചാരിച്ച് കോൺഗ്രസിന് ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല കിരണേ. പക്ഷെ കോൺഗ്രസിന്റെ നേതാക്കളൊക്കെ അനുനയത്തിന് വേണ്ടി പെരുന്നയിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ്. അത് തീർച്ചയായിട്ടും പോകണമല്ലോ. അങ്ങേര് NSS-ന്റെ വലിയ ആളല്ലേ. അപ്പം കോൺഗ്രസിൽ NSS-ന്റെ ആൾക്കാരുണ്ടല്ലോ, അവര് പോയി കാണുന്നതിന് തെറ്റൊന്നുമില്ല. പക്ഷെ അത് ഇയാളെ ഇങ്ങോട്ട് കോൺഗ്രസിലോട്ട് തിരിച്ചു കൊണ്ടുവരാനൊന്നും ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ശരി, ശ്രീമതി ജയാണ് അഭിപ്രായം പറഞ്ഞത്. പാർത്ഥസാരഥിയാണ് ഹരിപ്പാട് നിന്നും വിളിക്കുന്നത്. ശ്രീ പാർത്ഥസാരഥി, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? നമസ്കാരം സാറേ. നമസ്കാരമുണ്ട് സാറേ. ഞാൻ ഈ കിടങ്ങൂർ ഗോപാലകൃഷ്ണൻ ജനറൽ സെക്രട്ടറി ഇരിക്കുന്ന കാലം തൊട്ട് NSS പ്രവർത്തിക്കുന്ന ഒരാളാണ് കറിയാകത്തില്. ശരി. ഈ കാലഘട്ടത്തിൽ വെച്ച് വിലയിരുത്തുകയാണെങ്കിൽ ഈ കറിയോഗങ്ങൾക്കോ NSS-നോ യാതൊരു വളർച്ച ഉണ്ടാകാത്ത ഒരു കാലം ഈ സുകുമാരൻ നായരുടെ കാലമാണ്. ഈ സുകുമാരൻ നായരെ ഈ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന് NSS-ന്റെ കറിയോഗങ്ങൾ വിചാരിച്ചാൽ പോലും പറ്റത്തില്ല. കാരണം അദ്ദേഹം ചങ്ങനാശ്ശേരി ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അതിന്റെ സ്ഥാനത്തിരുന്നിട്ടാണ് ഇത് പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നത്. ഇദ്ദേഹത്തിന് ഈ ശബരിമല പ്രശ്നത്തിൽ മുഖ്യമന്ത്രിയുടെ നിലപാട് മാറ്റി ഇദ്ദേഹം പറയുന്നുണ്ട്. എന്ത് നിലപാട് മാറ്റുന്ന മുഖ്യമന്ത്രി പറഞ്ഞത്? പബ്ലിക്കായിട്ട് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടോ? സുകുമാരൻ നായർ ചെവിയിലാണോ ഇത് പറഞ്ഞു കൊടുത്തത്, ഈ നിലപാട് മാറ്റുന്നുള്ളത്? അതുപോലെ തന്നെ 2018 ഈ നാമജപ ഘോഷയാത്ര നടന്നപ്പോൾ സുകുമാരൻ നായർ വിചാരിച്ചാൽ ഇങ്ങോട്ട് ഘോഷയാത്ര സംഘടിക്കാൻ പറ്റുമോ? സുകുമാരൻ നായർ വിചാരിച്ചാൽ ശബരിമല ആൾക്കാരെ കേട്ടായിരിക്കാൻ പറ്റുമോ? പറ്റില്ല. സുകുമാരൻ നായർ അല്ല അതിനകത്ത് പ്രവർത്തിച്ചത്. സുകുമാരൻ നായർ കരയോഗത്തിന്റെ എട്ടാമത്തിൽ ഇരുന്നു കൊണ്ട് വല്ലൊക്കെ വിളിച്ചു പറഞ്ഞു എന്നുള്ളതുകൊണ്ട് നായന്മാരാരും ഇയാൾ പറഞ്ഞാൽ വോട്ട് ചെയ്യാൻ പോകുന്നില്ല, ഒറ്റ മനസ്സിലാണ്. അതുപോലെ തന്നെ വെള്ളാപ്പള്ളിയുടെ കാര്യം എടുത്ത് നോക്കൂ. വെള്ളാപ്പള്ളി പറയുന്നത് വോട്ട് ചെയ്യണോ, മകൻ പറയുന്നത് വോട്ട് ചെയ്യണോ? SNDP-ക്കാർ ഇങ്ങനെ കുറച്ച് സമുദായ നേതാക്കന്മാർ ഈ രാജ്യത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സുകുമാരൻ നായർ പിന്തുണ കൊടുത്തത് സമദൂരം എന്നൊക്കെ പറയുകയും പിന്തുണ കൊടുത്തത് UDF-നാണ്. അതിൽ തോറ്റു പോയല്ലോ. അത് പറയാം. വേറൊരു കാര്യം സാറേ, ഞാൻ പറഞ്ഞാൽ ഈ കോൺഗ്രസ് ഇപ്പൊ എടുക്കേണ്ട ഒരു കൃത്യമായ ഒരു സ്റ്റാൻഡ് എടുക്കണം. ഈ രണ്ട് സമുദായ നേതാക്കളും തള്ളിക്കളയണം. അവരുടെ വീട്ടുപടിക്കൽ പോകാനേ പാടില്ല. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ കൃഷ്ണൻകുട്ടിയാണ് മണിമലയിൽ നിന്നാണ്. ശ്രീ കൃഷ്ണൻകുട്ടി, എങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഇതുവരെയും മറുപക്ഷത്ത് നിന്ന സുകുമാരൻ നായരെ ഇടതുപക്ഷം സ്വന്തം പക്ഷത്തേക്ക് കൊണ്ടുവന്നത്? നമസ്കാരം. ശ്രീ സുകുമാരൻ നായർ ഇടതുപക്ഷത്തിന് അനുകൂലമായി ഇപ്പൊ സംസാരിക്കുന്നത് അത് കേട്ടിട്ട് ഇപ്പൊ ഈ രോഷം കൊള്ളുന്ന ആൾക്കാരൊക്കെ സുകുമാരൻ നായർ നേരത്തെ ഒരു സ്റ്റാൻഡ് എടുത്തപ്പോഴെങ്കിലും എപ്പോഴെങ്കിലും പറഞ്ഞോ സുകുമാരൻ നായർ പറഞ്ഞ നായന്മാർ കേൾക്കൂലെന്ന്? ഇപ്പോഴെന്തിനാ പറയുന്നത്? ചർച്ച ചെയ്യുമ്പോഴൊക്കെ പറയുന്നതാണ് സുകുമാരൻ നായരും വെള്ളാപ്പള്ളിയോ അല്ലെങ്കിൽ സുകുമാരൻ നായർ പറഞ്ഞാൽ കേൾക്കൂല, വെള്ളാപ്പള്ളി പറഞ്ഞാൽ കേൾക്കൂല എന്നൊക്കെ പറഞ്ഞല്ലോ പല പ്രാവശ്യം പറയുന്ന കാര്യങ്ങളാണ്. അതൊക്കെ ഒരു ചെറുവിധ പോലെ അങ്ങ് നടക്കും. പക്ഷെ നമ്മൾ ഈ കാര്യങ്ങൾ കൺതുറന്നൊന്ന് കാണേണ്ട കാര്യം എന്തെന്ന് വെച്ചാല്, പമ്പയിൽ നടന്ന ഈ ആഗോള അയ്യപ്പ സംഗമത്തില് കേരളത്തിൽ എത്ര ഹിന്ദു സമുദായ സംഘടനകളുണ്ടോ, എത്ര പേരുണ്ടോ, എത്ര സംഘടനകളുണ്ടോ, അത്ര എണ്ണം അവിടെ പങ്കെടുത്തു. ഒരു സംഘടന പോലും മാറി നിന്നില്ല. അങ്ങനെ മാറി നിൽക്കാത്ത അവസരത്തിൽ NSS-ന് മാത്രം മാറി നിൽക്കാൻ പറ്റുമോ? പറ്റില്ല. അതുപോലെ ഇവിടെ പന്തളത്ത് നടന്ന സംഗമത്തില്
കേരളത്തിൽ ഇത്രയും സമുദായ സംഘടന ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ, അതിൽ ഒരെണ്ണം പോലും അവിടെ പങ്കെടുത്തതുമില്ല. അതെന്താ അങ്ങനെ? അപ്പൊ അതിന് ചില കാരണങ്ങളുണ്ട്. അപ്പൊ സുകുമാരൻ നായർ എടുത്തിരിക്കുന്ന വഴി നേരായ വഴിയാണ്, ശരിയായ വഴിയാണെന്നുള്ളതാണ് അതിന്റെ ഉറപ്പ് കൊടുത്തിട്ടുണ്ട് എന്നാണ് സുകുമാരൻ നായർ അഭിമുഖത്തിൽ പറഞ്ഞത്. ശബരിമല യുവതി പ്രവേശന വിഷയത്തിൽ സുകുമാരൻ നായർ കൃത്യമായി എന്നാണ് പറഞ്ഞത്. അതിനെപ്പറ്റി പറയാം. ഈ ശബരിമലയിലെ യുവതികൾക്ക് കയറാം എന്ന് തീരുമാനിച്ചതിനകത്ത് കേരള സർക്കാരിന് ഒരു ഇതുമില്ല. അത് കേസ് കൊണ്ട് പോയതും BJP അനുകൂല ആൾക്കാരൊക്കെയാണ് പോയത്. ആ സമയത്ത് ഈ കേസ് കോടതിയിൽ നടക്കുന്ന സമയമൊക്കെ നമുക്ക് ഓർമ്മയുണ്ടല്ലോ. കുറെ വർഷങ്ങൾ ഈ കേസ് നടന്നു. ആ സമയത്ത് എപ്പോഴെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും ഒരു പ്രക്ഷോഭം നടത്തിയോ? ഈ പറഞ്ഞ കാര്യം യുവതികൾക്ക് പ്രവേശനം കൊടുക്കാൻ സുപ്രീം കോടതി ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് ഇവിടെ പറഞ്ഞത് എന്തൊക്കെയായിരുന്നു? ആ സമയത്ത് പറഞ്ഞത് യുവതികൾക്ക് കയറുന്നതിന് കുഴപ്പമില്ലെന്നാണ് BJPയുടെ വലിയ വലിയ നേതാക്കൾ പറഞ്ഞതും RSSന്റെ കേന്ദ്ര കമ്മിറ്റിയിൽ തീരുമാനം എടുത്തതും ഭയ്യ ജോഷി എന്ന് പറയുന്ന ആള് ലേഖനം എഴുതിയതും. എന്റെ ഒരു സംശയം ഇതാണ്, ഈ RSSകാര് നിലപാട് മാറ്റിയതുപോലെ ഇടതുപക്ഷവും നിലപാട് മാറ്റിയോ? ഇടതുപക്ഷ നിലപാട് മാറ്റിയില്ല. ഞാൻ പറഞ്ഞ സെന്റൻസ് ഒന്ന് കംപ്ലീറ്റ് ചെയ്തത് പറയാം. എന്തെന്ന് വെച്ചാൽ ആ വിധി വന്ന സമയത്ത് ആദ്യമായിട്ട് പ്രതികരണം നടത്തിയത് BJPക്കാർ തന്നെയാണ്. അവരുടെ പത്രത്തിൽ ജന്മഭൂമിയിൽ തന്നെ വന്നു മല ചവിട്ടാവെന്ന് പറഞ്ഞിട്ട്. അന്നൊന്നും ആർക്കും പ്രശ്നമില്ലായിരുന്നു. രണ്ടാമത്തെ കാര്യം, അതിനെപ്പറ്റി ഈ പറഞ്ഞ അഭിപ്രായം പറഞ്ഞ ആൾക്കാരിൽ നമ്മുടെ രമേശ് ചെന്നിത്തല ഉണ്ടായിരുന്നു. കോടതി വിധി അനുസരിക്കണം എന്ന് പറഞ്ഞു രമേശ് ചെന്നിത്തല. അതിന്റെയൊക്കെ നിങ്ങളുടെ ആർക്കൈവിലൊക്കെ കാണുമല്ലോ ഈ കാര്യങ്ങളൊക്കെ. പിന്നെ എങ്ങനെ മാറാൻ കാരണം NSS പറഞ്ഞു. അവര് പന്തളത്ത് അവരുടെ പ്രകടനം നടത്തി ഇതിനെതിരായിട്ട്. അന്നേരമാണ് അവർക്ക് തോന്നിയത് ഇതിനെ എതിർക്കാൻ ഒരു സുവർണാവസരം ഉണ്ടെന്നും CPM ഇടതുപക്ഷം ഭരിക്കുമ്പോൾ അവർക്കത് അടിക്കാൻ ഉപകരണമായിട്ട് ഈ വിഷയം ഉപയോഗിക്കാമെന്നും ഇവർ തിരിച്ചറിഞ്ഞു. പിന്നെ അവർ തമ്മിൽ മത്സരമായി. കോൺഗ്രസ് മത്സരിച്ചു. എന്തിന്? ഈ ആരാണ് ഏറ്റവും കൂടുതൽ ശക്തമായി ഇതിനെ എതിർക്കുന്നത്, യുവതികൾ ചേർന്നതിനെതിരെ എതിർക്കുന്ന ആരാണെന്ന് വിചാരിച്ച് നമ്മുടെ ആകെ ഒരു ചോദ്യം ഇത് മാത്രമാണ്, ഈ നിലപാട് അതിലേക്ക് വന്നു കഴിഞ്ഞാല് ഇപ്പൊ എന്താണ് അതിനുശേഷം എന്ത് സംഭവിച്ചു? റിവ്യൂ പെറ്റീഷൻ കോടതിയിലേക്ക് പോയി. സംസാരിക്കാൻ ഇടവില്ലാത്തതുകൊണ്ട് മാത്രം ചോദിക്കുകയാണ്, നിലപാട് മാറ്റിയോ ഇല്ലയോ? നിലപാട് മാറ്റിയിട്ടില്ല. നിലപാടിനെ പറ്റി പറഞ്ഞിരിക്കുന്നത് എന്തെന്ന് വെച്ചാൽ തെറ്റാണ്, കള്ളമാണ് അല്ലേ? അല്ല, എനിക്ക് 2 സെന്റൻസ് കൂടെ പറയാനുള്ളൂ, എന്നിട്ട് ഞാൻ ക്ലോസ് ചെയ്തോളാം. എനിക്ക് പറയാനുള്ളത്, അത് സുപ്രീം കോടതി ഹയർ ബെഞ്ചിലേക്ക് വിട്ടു എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതി തന്നെ സർക്കാരിന് ഒരു നിലപാടുണ്ടല്ലോ. ആ നിലപാട് എന്താണ്? യുവതികളെ കയറ്റാമെന്നാണോ കയറ്റണ്ടായെന്നാണോ? സുപ്രീം കോടതിയിൽ ഇരിക്കുന്നത് വരെ അതിനൊരു തീരുമാനം ഉണ്ടാകുന്നവരെ ഞാനൊരു കേസിൽ കക്ഷി ചേർന്നാൽ എനിക്ക് കക്ഷി എന്ന നിലയ്ക്ക് എനിക്കൊരു അഭിപ്രായം ഉണ്ടല്ലോ. എനിക്ക് അനുകൂലമായി എനിക്കെതിരായ വിധി വരാം. ആ വിധി അനുസരിക്കാനും ബാധ്യസ്ഥമാണ്. അത് സംഭവിച്ചു. പക്ഷേ ആ നിലപാട് എന്താണ് എന്നുള്ളതാണല്ലോ. അതേ നേരത്തെ കൊടുത്ത സത്യവാങ്മൂലം തന്നെയാണോ ഇപ്പോഴും നിലപാട്, അതോ മാറ്റമുണ്ടോ? അത് അങ്ങനെ സത്യവാങ്മൂലം ചോദിക്കുന്ന സമയത്ത് കൊടുക്കുന്ന അന്നേരം തീരുമാനം ഉണ്ടാവുള്ളൂ. അങ്ങനെ കാര്യം ചോദിച്ചിട്ടില്ല. നിലവിലൊരു സത്യവാങ്മൂലം അവിടെ ഉണ്ട്. അത് നിലവിലെ സത്യവാങ്മൂലം മാറ്റാനായിട്ട് തീരുമാനിച്ചിട്ടില്ല, മാറ്റണ്ടെന്ന് തീരുമാനിച്ചിട്ടില്ല. സുപ്രീം കോടതി മാറ്റമുണ്ടായോ? നവോത്ഥാന കാലത്ത് പറഞ്ഞ നിലപാടുകൾ ഉറച്ചു നിൽക്കുന്നോ ഇല്ലയോ എന്നതിൽ സംശയമുണ്ട്. ഈ കേരളത്തിൽ നവോത്ഥാന പദ്ധതികളുമായിട്ട് മുന്നിട്ട് പോകുന്ന ഏറ്റവും ശക്തമായ പ്രസ്ഥാനമാണ് CPM. പോകുന്നുണ്ട്. രവീന്ദ്രനാണ് കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന്. ശ്രീ രവീന്ദ്രൻ, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ സമീപിക്കുന്നത്? നമസ്കാരമുണ്ട്, പറഞ്ഞോളൂ. എന്റെ അയലക്കാരോട്ടോ 10 കിലോമീറ്റർ വ്യത്യാസമുള്ളൂ. ഞാനും കൃഷ്ണൻകുട്ടി, സഖാവ് കൃഷ്ണൻകുട്ടി, കാഞ്ഞിരപ്പള്ളി മണിമല. നിങ്ങൾ തമ്മിൽ പരിചയക്കാരാണോ? പിന്നെ ഞങ്ങള് നല്ല 10 കിലോമീറ്റർ വ്യത്യാസമുള്ളൂ. ഞങ്ങളെല്ലാം ഒരേ CPM-ൽ വർക്ക് ചെയ്തോണ്ടിരുന്നത്. ഇപ്പൊ ഞാൻ സമയത്ത് പ്രവർത്തിച്ചവരാണല്ലേ? അതെ. കണ്ണന്താനൊക്കെ പുള്ളിയുടെ തൊട്ടടുത്ത് താമസിക്കുന്ന കണ്ണന്താനം, നമ്മുടെ ആൽഫോൺസ് കണ്ണന്താനമൊക്കെ. അപ്പൊ മണിമല മുണ്ടോരിക്കട അവിടെ താമസിക്കുന്ന പുള്ളി. അപ്പൊ പുള്ളിയുടെ വീട്ടിലൊക്കെ പോവോ എടുക്കുകയോ സഹകരിക്കുകയൊക്കെ ഞങ്ങൾ നല്ല രസമുണ്ട് കേട്ടോ കേൾക്കാൻ. നല്ല രസമാണ് കേൾക്കാൻ. ഈ ബന്ധുക്കോസുകാർ പ്രവർത്തിക്കുന്നു പോലെ അപ്പൊ കേൾക്കാൻ നല്ല സുഖം തോന്നും. പക്ഷെ ഇതിനകത്ത് സത്യം എന്താണെന്ന് വെച്ചാല് ഇപ്പൊ കടിച്ചതുമില്ല പിടിച്ചതും ഇല്ലാതാവും. എന്താണെന്നറിയോ? ക്രിസ്ത്യൻസ് വോട്ട് മുസ്ലിംസ് വോട്ട് പോവുകയും ചെയ്യും. ഈ 2 പാർട്ടികൾ പറഞ്ഞായിട്ട് ആരും ചെയ്തില്ല. കുമാരനാരും വെള്ളാപ്പള്ളിയും പറഞ്ഞ ആരും ചെയ്യല. അപ്പൊ കയ്യിലുള്ള 2 വകുപ്പിന്റെ സമുദായത്തിന്റെ വോട്ട് പോവുകയും ചെയ്യും. ഇതായി ഇപ്പൊ സംഭവിക്കാൻ പോകുന്നത്. ത്രിപുരയും പശ്ചിമബംഗാളും ഒക്കെ സംഭവിച്ച ഇതായി. ഇപ്പൊ തുടർപണ്ണം ഇവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഉള്ള കുഴപ്പം ഇതാ. അവിടെ നിൽക്കും തോന്നുന്നു ഇവിടെ വെച്ച, ഇവിടെ നിൽക്കും തോന്നുന്നു അവിടെ വെച്ചെന്ന്. ഇങ്ങനെ എടുക്കുന്നതുകൊണ്ടാണ് ഈ പാർട്ടിക്ക് ഈ ഗതിയിലോട്ട് ഈ കേരളം മാത്രമായി പോയിക്കുന്നത്. ഞാൻ പറയട്ടെ, ഇവര് പറയുന്നുണ്ടല്ലോ ഇപ്പൊ കോടതിയിൽ ഇപ്പോഴും കിടപ്പുണ്ട്. അതേപോലെ തന്നെ ആ വിധി കിടക്കുക. ഇപ്പൊ ചെന്നാലും കയറ്റി വിടണം എന്നുള്ള നിയമം. അല്ല, കോടതി അതിനെ തടഞ്ഞിട്ടൊന്നുമില്ല. അതുപോലെ തന്നെ ഇപ്പൊ ബിന്ദു അമ്മണി പറഞ്ഞല്ലോ സംഗമത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ശ്രീ രവീന്ദ്രൻ ഇടപെടുന്നത്. ശ്രീ രാജനാണ് കൊല്ലത്തുനിന്ന്. ശ്രീ രാജൻ, വേഗത്തിൽ പറയണം താങ്കളുടെ അഭിപ്രായം.
ഞാൻ പറയുന്നത് ഈ സ്ത്രീകളെ പിന്നെ ശബരിമല കയറ്റണമെന്ന് പറഞ്ഞ കേസ് കൊടുത്തത് RSS. പിന്നെ ഇതിന്റെ ഓർഡർ വന്നപ്പോൾ ഞാൻ ഒരു കല്യാണത്തിന് സംബന്ധിച്ചിരുന്നു മാവേലിക്കരയിൽ. അന്ന് രമേശ് ചെന്നിത്തല അവിടെ ഉണ്ടായിരുന്നു. ഈ ഓർഡർ വന്ന സമയത്ത് രമേശ് ചെന്നിത്തലയോട് ഞങ്ങൾ ചോദിച്ചപ്പോൾ രമേശ് ചെന്നിത്തല പറഞ്ഞു ഇത് നടപ്പാക്കണം, സ്ത്രീകളെ മാറ്റി നിർത്തരുതെന്നാ പറഞ്ഞത്. എന്നിട്ട് സുരേന്ദ്രൻ പറഞ്ഞു അങ്ങനെ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടണമെന്ന് തന്നെയാണ് പറഞ്ഞത്. അതുപോലെ രാജഗോപാൽ ഒരു ലേഖനം എഴുതി മനോരമയില് സ്ത്രീകളെ മാറ്റി നിർത്തരുത്, അവർക്കും അവിടെ ദർശനം കൊടുക്കണമെന്ന്. ഇവരെല്ലാം അന്ന് സപ്പോർട്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ 10 വോട്ട് കിട്ടുമെന്ന് വേണ്ട നായന്മാരുടെ കൂടെ കൂടി ഞങ്ങളുടെ കൂടെ കൂടി ഓടിച്ചെന്ന് കൊടിയും പിടിച്ച് അതിന്റെ മുന്നിൽ നിന്നു നാമദേവ ഘോഷയാത്ര എന്നുണ്ട്. ഏതായാലും സുകുമാരൻ നായർക്ക് ഇപ്പം വെളിവ് വന്നതിൽ അങ്ങേയറ്റം സന്തോഷം. ഞാൻ സുകുമാരൻ നായർക്ക് എതിരായിരുന്നു. ഞങ്ങളുടെ സമുദായക്കാരനാ, ഞങ്ങള് 100% സപ്പോർട്ട് ചെയ്യും. പിന്നെ ആരോ പറയുന്നത് കേട്ടു NSSലുള്ളവരെല്ലാം BJPക്കാർ കോൺഗ്രസുമാണ്. അതൊക്കെ പള്ളി ചെന്ന് പറഞ്ഞാൽ 99 സീറ്റ് കിട്ടിയ പിന്നെ എവിടുന്നാ? ശ്രീലങ്കന്നാണോ കിട്ടിയത്? പോയി പണി നോക്കാൻ പറ സാറേ. ശരി, ശ്രീ രാജനാണ് പ്രതികരിച്ചത്. എന്തായാലും പ്രഷറുടെ ഭാഗത്ത് നിന്ന് ശക്തമായ പ്രതിവാദങ്ങൾ കൂടിയാണ് ഉണ്ടായത്. സ്വാഭാവികമായി അത്ര ഒരു വിഷയം കൂടിയാണ് ഇത്. NSSന്റെ നിലപാടും സുകുമാരൻ നായരുടെ നിലപാടും ഒക്കെ കൂടി പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നിൽക്കുമ്പോൾ അതിന് കൂടുതൽ രാഷ്ട്രീയ പ്രാധാന്യം കൂടി വരും. പലരും അതിനെ പലതരത്തിൽ വിശദീകരിക്കാനും ന്യായീകരിക്കാനും ആക്രമിക്കാനും ഒക്കെ ശ്രമിക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെയൊക്കെ ചേരുമ്പോഴാണ് ചർച്ച കൂടുതൽ ഒരു സംവാദത്തിൻ്റെ തലത്തിലേക്കൊക്കെ ഉയരുന്നത്. എന്തായാലും നാളെയും ഇതേ സമയം News 18 പൊതുവേദി മറ്റൊരു വിഷയവുമായി.